അപ്പം ഈ അന്യഭാഷകളിൽ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് പൊതുവെ നമ്മുടെ നാട്ടുകാർ പെന്തക്കോസുകാരെന്ന് വിളിക്കുന്നത്. അപ്പം ഈ അന്യഭാഷ പറയുന്ന ആളുകൾ പെന്തക്കോസുകാരാണെങ്കിൽ ഒന്നാമത്തെ പെന്തക്കോസുകാരി മറിയയാണ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ പത്രോസാണ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ യൂദാശ്ലീഹയാണ്, ഒന്നാമത്തെ പെന്തക്കോസുകാരൻ തോമാശ്ലീഹയാണ്. ഇവരെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയാൻ തുടങ്ങി. അതുകൊണ്ട് പെന്തക്കോസുകാർക്ക് അമ്മയില്ല എന്നൊക്കെ ഉള്ള തിയോളജി പറഞ്ഞുകൊണ്ട് വന്നാൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെയാണ് ജീവനോടിരുന്ന് അന്യഭാഷ പറഞ്ഞതെന്ന് നമുക്ക് പറയാനൊരു പശ്ചാത്തലം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അവിടെ കിടപ്പുണ്ട്. സുവിശേഷം പറയുന്നവർക്ക് ഉപകാരപ്പെടും, അല്ലാത്തവർക്ക് അത് പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നും അല്ല. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി ആത്മാവിൽ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ആ ആത്മാവിൻ്റെ നിറവിൽ പത്രോസ്ലീഹ എഴുന്നേറ്റ് വന്ന് ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അതാണ് നമ്മൾ ഇന്നലെ ആ ഒരു ഭാഗത്തെത്തിയാണ് നിർത്തിയത്. ഞാൻ അതുകൊണ്ട് ദൈവമക്കളോട് പറയുന്നത്, നമുക്ക് ദൈവവചനമാണ് ആധാരം. ഇന്നലെ പറഞ്ഞത് വചനം വിട്ട ഒരു കാര്യത്തിനും നമ്മൾ കൈയടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ലോകത്തിൽ ആർക്കും കടപ്പെട്ടിരിക്കുന്നില്ല. ഉണ്ടോ? വചനം വിട്ട് കൈയടിക്കാനുള്ള കടപ്പാട് നമുക്ക് ആരോടും ഇല്ല. എക്സ്പെഷ്യലി ഈ അമേരിക്കയുടെ മണ്ണിൽ താമസിക്കുന്ന ഒരു 10-20 വയസ്സ് 18 വയസ്സിന് മേപ്പോട്ടുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കുന്നവർ, ആർക്കും ആരുടെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരല്ല. കുഞ്ഞുങ്ങൾ വരെ പാർട്ട് ടൈം എങ്കിലും ജോലി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരാൾ എന്ത് വിഡിത്തം പറഞ്ഞാലും അതിന് കൈയടിച്ചേക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്തതിന് കൂട്ടു നിൽക്കേണ്ട ആവശ്യം? നമ്മൾ ജോലി ചെയ്താൽ ജീവിക്കാം. ആരെയും കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ദൈവം നടത്തുന്നു, അല്ലേ? അപ്പം ദൈവത്തോടാണ് നമ്മുടെ കടപ്പാട്. അതുകൊണ്ട് ദൈവവചനത്തോടായിരിക്കണം നമുക്ക് ആത്മാർത്ഥമുള്ള കൂറുള്ളത്. നമ്മൾ നിത്യതയിലെത്തുമ്പോൾ സഭയ്ക്ക് ദൂത് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു വാചകം വെളിപ്പാടിലുണ്ടല്ലോ, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും ശക്തി ഇച്ചിരി കുറഞ്ഞാലും വേണ്ടിയില്ല, വചനം കാക്കണം. ശക്തി അത്രയൊന്നും ഇല്ലേലും കുഴപ്പമില്ല, വചനം കാക്കണം. അപ്പം വചനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആശിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആമേൻ, അവര് ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു. ആത്മനിറവിൽ പത്രോസ്ലീഹ പ്രസംഗിക്കുന്നു. വചനം പ്രസംഗിക്കുമ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുള്ളവരെല്ലാം കൂടെ ഒരു നിലവിളിയോടെ സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പത്രോസ് അവരോട് പറഞ്ഞു, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇപ്പം ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്ന് പറഞ്ഞത് എടുത്തുകൊണ്ട് ഒരു പുതിയ സംഘടന രൂപപ്പെട്ടു. യേശുവിന്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്, യേശുവിന്റെ നാമത്തിലല്ല പറ്റത്തില്ല, തൃത്വം ഇല്ല എന്നൊക്കെ പറയുന്ന നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. പിന്നെ അവിടെ അങ്ങനല്ലേ പറഞ്ഞത്? അപ്പസ്തോലന്മാർ അങ്ങനല്ലേ ചെയ്ത്? യേശുക്രിസ്തു കൽപ്പിച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. ആ കൽപ്പന കൃത്യമായിട്ട് പുസ്തകത്തെ കിടപ്പുണ്ട്. അപ്പം ശിഷ്യന്മാർ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചോദ്യം ചെയ്യുന്നത്, കർത്താവിൻ്റെ ശിഷ്യന്മാർ അനുസരണം ഇല്ലാത്തവരാണെന്ന് സമ്മതിച്ചിട്ടല്ലേ അടുത്തൊരു പോയിന്റിലോട്ട് പോകാൻ പറ്റൂ. അപ്പം ശിഷ്യന്മാർ അനുസരണം ഇല്ലാത്തവരല്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശു കൽപ്പിച്ച നാമത്തിൽ എന്ന അർത്ഥത്തിലാണ് അങ്ങോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് കൽപ്പിച്ചതും ശിഷ്യന്മാർ ചെയ്തതും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഉപദേശം സ്ഥാപിക്കാനിരിക്കുന്നവർക്ക് അങ്ങനെ തോന്നും, അതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ചിന്തിക്കുന്നവരങ്ങനെ ചിന്തിക്കട്ടെ. അതിനെക്കുറിച്ച് വിശദമായ ഒരു ക്ലാസ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് മീഡിയയിൽ. ഇപ്പോൾ അത് പറഞ്ഞാൽ നമ്മുടെ വിഷയം അങ്ങ് മാറിപ്പോകും, സമയമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഒരു മിനിറ്റ് പോലും വചനത്തിൽ നിന്ന് മാറരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മുമ്പിൽ പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കും. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത വാക്ക്, ചേർന്നവരെല്ലാം വന്നെടുത്ത് പോയി അവരുടെ സ്ഥലങ്ങളിൽ അങ്ങ് നിന്നു എന്ന് പറഞ്ഞില്ല. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം. അപ്പം സ്നാനപ്പെട്ടവർക്ക് അപ്പോസ്തലിക ഉപദേശം വേണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? കൂട്ടായ്മ ആചരിച്ചു. അത് കഴിഞ്ഞ് കൂട്ടായ്മയ്ക്ക് വന്നവരെന്ത് ചെയ്തു? അപ്പം നുറുക്കി, പിന്നെ പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ അവിടെ വരെ നമ്മൾ ഇന്നലെ എത്തിയ ആ കൂട്ടത്തെ നോക്കി സ്വർഗം വിളിച്ച പേരാണ് സഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവർ ദിനം പ്രതി. അപ്പൊ എന്താണ് സഭ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കി നമുക്ക് എന്തുത്തരം പറയാം? സഭയെന്ന് പറഞ്ഞാൽ AG അല്ല, IPC അല്ല, ചർച്ച് ഓഫ് ഗോഡ് അല്ല, ഷാരോൺ അല്ല, ശാലേം അല്ല, ഇതൊന്നും സഭയല്ല. ഇതെല്ലാം സംഘടനകളാണ്. ശ്രദ്ധിക്കൂ, ഇതെല്ലാം സംഘടനകളാണ്. എന്നാൽ ഈ സംഘടനയ്ക്കകത്തെല്ലാം, IPCക്കകത്തും AGക്കകത്തും ചർച്ച് ഓഫ് ഗോഡിനകത്തും ശാലോമിനകത്തും ഷാരോണിനകത്തും എല്ലാം
എന്തുണ്ട്? സഭയുണ്ട്. പക്ഷേ സംഘടനയെല്ലാം എന്തല്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. സംഘടനയ്ക്കകത്തല്ല എന്തുണ്ട്? സഭയുണ്ട്. സഭയുണ്ട്. എന്താ സഭ? രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വിശുദ്ധിയിലും വേർപാടിലും കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഒരു കൂട്ടം എല്ലാ സംഘടനയ്ക്കകത്തും ഉണ്ട്. അവരാവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പോകുന്നില്ല. അവർക്ക് സഭയ്ക്കകത്ത് നടക്കുന്ന പൊളിറ്റിക്സ് അവർക്ക് അറിയണ്ട, കസേരകളി അവർക്ക് അറിയണ്ട, തമ്മിലടി അവർക്കിതൊന്നും വിഷയമല്ല. എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം, കാഹളനാദത്തെങ്കിൽ എടുക്കപ്പെടണം, കർത്താവിനോടുകൂടെ നിത്യതയിലിരിക്കണം. ഇതല്ലാതെ മറ്റൊരു കാര്യത്തിലില്ല. അങ്ങനെ വേർപാട് സൂക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു പോകുന്ന ഒരു കൂട്ടം എല്ലാ സംഘടനയ്ക്കകത്തും ഉണ്ട്. ആ കൂട്ടത്തെ ചെറുക്കാനാണ് കർത്താവ് വരുന്നത്. അല്ലാതെ IPC, ഏജിയൻ ചർച്ച കൊണ്ട് എല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ട് പോകാനൊന്നുമല്ല. ഇവിടെ കസേരയ്ക്ക് അടിച്ച് കിടക്കുന്നവനെല്ലാം ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒന്നും മേപ്പോട്ട് പോവുകയില്ല. അത് നമുക്ക് ഇന്ന് പ്രസംഗം തീരുമ്പോൾ തെളിയിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംഘടനയുടെ ഭാഗമാകാതെ നമ്മൾ സഭയായി തുടരാൻ ശ്രമിക്കുക. സംഘടനയുടെ ഭാഗമായ പ്രശ്നമാണ്. കാരണം നമുക്ക് ഈ സംഘടനാ സ്പിരിറ്റ് എന്ന് പറയുന്ന ഭൂതം നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ യേശു കള്ളനാന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷമിക്കും, IPC പറഞ്ഞാൽ അടിക്കും. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരും. മനുഷ്യന്റെ മൈൻഡ് അങ്ങനെയാണ്. ഏതെങ്കിലും ചില മേഖലയിലേക്ക് നമ്മൾ കൂടുതലായി അഡിക്റ്റ്. നമ്മളെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, നമ്മൾ മീഡിയകളെ കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു ഗെയിം, PUBG എന്ന് പറഞ്ഞൊരു ഗെയിം വന്നു, ഇങ്ങനെ വെടിവെച്ച് കളിക്കുന്ന ഒരു ഗെയിം വന്നു. അത് പിന്നെ നിരോധിച്ചെന്ന് തോന്നുന്നു നാട്ടിലൊക്കെ. അപ്പോൾ ഈ ഗെയിം വന്നിട്ട് ഈ പിള്ളേർ 24 മണിക്കൂറും വെടിവെപ്പാ, ഫോണിൻ്റെ അകത്തിരുന്ന് വെടിവെപ്പാ. അങ്ങനെ വെടിവെച്ച് മൈൻഡ് ഇല്ലാത്തായിപ്പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഇടയ്ക്ക് വന്നത് ഒരു ചെറുക്കൻ വഴിയിൽ കൂടെ നടന്നിട്ട് എന്ത് ചെയ്യുക, ചക വെടിവെച്ചുകൊണ്ട് നടക്കുക, കയ്യിലൊന്നുമില്ല, ചുമ്മാ വെടിവെച്ച് നടക്കുക, വട്ടായിപ്പോയി. അപ്പോൾ ഈ മൈൻഡ് കൂടുതൽ നമ്മൾ ഏതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നോ മനുഷ്യന്റെ മൈൻഡ് അതിലേക്ക് കൂടുതലായിട്ട് അഡിക്റ്റ് ആവും. അപ്പം ഞാൻ അതേപോലെ ഒന്നൊരു പോസിറ്റീവായൊരു ചിന്ത പറയാം. നമ്മൾ കൂടുതൽ ഈ വചനത്തോടാണ് അഡിക്റ്റ് ആവുന്നതെങ്കിലോ അതല്ലേ ഏറ്റവും ബെറ്റർ. നമ്മൾ ഇതിനോട് നമ്മൾ അത്രയും താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്കിത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷെ ഇത് നമ്മൾ കൂടുതലായിട്ട് വചനത്തിന് മുമ്പിൽ നിരുന്നേ അല്ലേ പറയുന്നേ. തേനിലും തേങ്കട്ടയിലും അധികം മധുരമല്ലേ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഇപ്പോൾ വചനത്തിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വചനം. ഇങ്ങനെ നിന്ന് സംസാരിച്ചാൽ സമയം പോകുന്ന അറിയത്തില്ല. എത്ര സമയം നിൽക്കണമെങ്കിലും നമുക്ക് നിൽക്കും. ഉറക്കത്തിൽ വിളിച്ചെഴുന്നേൽപ്പിച്ചാലോ ബൈബിളിൽ ഒരു കാര്യം സംസാരിക്കാനെന്ന് പറഞ്ഞാൽ രസമാണ്, ഇരുന്നങ്ങനെ പറയാം. ഒരു അനുഗ്രഹമാണ് അത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോ സഭയുടെ ആകാൻ ശ്രമിക്കുക, സംഘടനയുടെ ഭാഗം ആകാതിരിക്കുക. അതുകൊണ്ടാണ് ചില ആളുകൾ, ഇപ്പം നമുക്കറിയാം, നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്നു, നാട്ടിൽ IPC-കാരനായിരുന്നു, ഗൾഫിൽ ചെന്നിറങ്ങി ഒരു സ്ഥലത്ത് താമസിക്കാൻ ചെന്നു. ശനിയാഴ്ച പിറ്റേന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണം. പുള്ളി തപ്പി നടക്കുക. എന്ത് എന്നാ തൊട്ടപ്പുറത്തൊരു ഏജി ഉണ്ട്, അവിടെ അത് ദൈവമക്കൾ, അവിടെ പോവില്ല. പുള്ളി ഈ ബോർഡ് തപ്പി നടക്കുക. ഈ ബോർഡ് കാണുന്നവരെ പുള്ളി ആരാധനയ്ക്ക്. അതായത് ഈ സംഘടനാ സ്പിരിറ്റ് എന്ന് പറയുന്ന ഭൂതം അകത്ത് കയറിയാലുള്ള പ്രശ്നം അതാണ്. നമ്മൾ ദൈവമക്കളാകാൻ ശ്രമിക്കുക. രക്ഷിക്കപ്പെട്ടവർ എൻ്റെ സഹോദരങ്ങളാണ് എന്ന് കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ സഭയായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലായ? ഈ ഇതൊന്നും മാറ്ററല്ല ദൈവമക്കളെ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ എടുത്ത് കളയണം. പിന്നെ ഇതിനൊരു മറുവശവും കൂടെ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനും ഒക്കത്തില്ല. കാര്യം ഈ USA എന്ന് പറയുന്ന ഈ മഹാസമുദ്രത്തിൽ ഒത്തിരി മീൻ കിടപ്പുണ്ട് പുറത്ത്. പക്ഷെ പിടിക്കാൻ ആളില്ല. എന്തോരം മീൻ കിടപ്പുണ്ടല്ലേ ഈ സമുദ്രത്തിൽ, മഹാസമുദ്രത്തിൽ ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. പക്ഷെ പിടിക്കാൻ ആളില്ല. കാരണം ഈ സമുദ്രത്തിൽ ഇത് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ കരയിൽ കിടക്കുന്ന വള്ളം തള്ളി അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ ആഴക്കള്ളിലേക്ക് തുഴഞ്ഞ് പിന്നെ കാറ്റും കോളും തിരമാലയൊക്കെ സഹിച്ച് അവിടെ നിന്നുകൊണ്ട് വലയെടുത്ത് അങ്ങോട്ട് വീശി ദീർഘക്ഷമയോടെ കാത്തിരുന്ന് പിന്നെ അതിനെ ഇങ്ങനെ വലിച്ച് കയറ്റി. അപ്പോൾ പിന്നെ വല്ല കാരിയോ കൂരിയോ ഞണ്ടോ ഒക്കെയാണ് വരുന്നതെങ്കിൽ 2 കുത്തും കൂടെ കൊണ്ട് ഇതെല്ലാം സഹിച്ചിട്ട് വേണ്ട സമുദ്രത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിക്കുക. അതുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് പിടിക്കാൻ ആളില്ല. ഇപ്പോൾ എല്ലാവരും അക്വേറിയത്തിൽ നിന്ന് കോരുക. ഒരു സഞ്ചിയിട്ട് അക്വേറിയത്തിൽ നിന്ന് കോരി ഇപ്പുറത്ത് കൊണ്ടിടുക. അപ്പം മറ്റവൻ കഷ്ടപ്പെട്ട് പിടിച്ച 4 എണ്ണത്തിന് ഇതിൽ നിന്ന് കോരി അപ്പുറത്ത് കൊണ്ടിട്ട് കൊട്ടുമ്പോൾ എന്തായി? ഇതായി നടക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും കൂടെ മിങ്കിൾ ചെയ്യാനും പറ്റത്തില്ല. അടുത്തു പോയാൽ നല്ല ഗോൾഡൻ ഫിഷിനെ നോക്കി കോരിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ സംഘടനയുടെ ഭാഗമാകാതെ കർത്താവിൻ്റെ സഭയുടെ ഭാഗമായിരിക്കാൻ ശ്രമിക്കുക. തിരിച്ചു വരാം. അപ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ അപ്പോസ്തലന്മാർ അവിടെ വെച്ച് അവരുടെ കർത്തവ്യം നിർത്തിയില്ല. കർത്താവ് ഏൽപ്പിച്ച അന്ത്യകൽപ്പന ശക്തിയുക്തം തുടർന്നു. അവർ പുറപ്പെട്ടു പോയി. ചിതറപ്പെട്ടു പോയിടത്തെല്ലാം അവരെന്ത് ചെയ്തു? അവർ സുവിശേഷം പ്രസംഗിച്ചു. ദൈവമക്കളെ, സുവിശേഷം പ്രസംഗിച്ചു. അവർ പ്രസംഗിച്ച വചനം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായിരുന്നു അവരുടെ പ്രസംഗം?
യേശുക്രിസ്തു മാത്രമായിരുന്നു നമ്മുടെ പ്രസംഗം. ഹല്ലേലൂയ. അവരുടെ പ്രസംഗം യേശുക്രിസ്തുവാ. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, പിന്നെ ഈ നിങ്ങളെന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്, വിമർശിക്കുന്നത്, എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു മറുചോദ്യം, നിങ്ങളെൻ്റെ പരസ്യവും കണ്ടിട്ടുണ്ടോ? 17 വർഷമായി ഞാൻ കവലയെ പ്രസംഗിക്കുന്ന ആൾ. 17 വർഷമായി. 22 വർഷമായി കൃപയാൽ വിശ്വാസി വന്നിട്ട് 17 വർഷമായി കേരളത്തിൻ്റെ കവലകളിൽ ഞാൻ പ്രസംഗിക്കുന്നു. ഒരൊറ്റ കവലയിൽ ഞാൻ IPCയുടെ AGയുടെ ചർച്ച കോഡിൻ്റെ കാര്യം പറയാറുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം പറ. ഇന്ന് പ്രസംഗ പരിപാടി നിർത്താം. ഉണ്ടോ? തെരുവിൽ നിന്നുകൊണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞത് എന്താ? മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു അല്ലാതൊരു രക്ഷകനില്ല, യേശു അല്ലാതൊരു ദൈവം. ഇതാ നമ്മൾ പറയുന്നത്. സുവിശേഷം പറയേണ്ടടുത്ത് നമ്മൾ സുവിശേഷമാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മറുഭാഗം ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. പിന്നാലെ വരാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചു. എന്താണ്? നിങ്ങൾ ക്രൂശിച്ചു കൊന്നൊരു നസറേത്തുകാരനുണ്ടല്ലോ, യേശു, അവൻ തന്നെയാണ് മശിഹ. അവനല്ലാതൊരു രക്ഷകൻ ഇല്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷി. അവർ കർത്താവിൻ്റെ സാക്ഷികളായിരുന്നു. ഇന്ന് നമ്മൾ ആരുടെ സാക്ഷിയാണ്? ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ പറയുന്ന സാക്ഷ്യം മുഴുവൻ ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. ഈ ബ്രദർ അവിടെ വന്നപ്പോൾ, ഈ ബ്രദർ ഞങ്ങളുടെ അവിടെ വന്നപ്പോൾ, ഈ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ, ഈ ബ്രദറിൻ്റെ അവിടെ പോയപ്പോൾ, ഈ ബ്രദറിൻ്റെ പരിപാടി TV കണ്ടപ്പോൾ, ഈ ബ്രദർ സ്ക്രീനെ കൈവെക്കാൻ പറഞ്ഞപ്പോൾ, ഈ ബ്രദർ. കർത്താവിന് അവിടെ സ്ഥാനമൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ ഉള്ളിൽ പ്രയാസമാണ് തോന്നുന്നത്. അപ്പോസ്തലന്മാർക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എന്തോരം പറയാനുണ്ടായിരുന്നു. ഒരിടത്ത് പോലും അവരങ്ങനെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല. പൗലോസ് മുടന്ത ആയിരുന്നു ഒരുത്തന്നെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞോ, പിന്നെ ഇന്നിപ്പം നിങ്ങൾ ലുസ്ത്രയിലല്ലേ സൗഖ്യമായത്, ഇനിയിപ്പം ഞാൻ നാളെ പിന്നെ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, അപ്പം അങ്ങോട്ട് വരണം. പോകുന്നുണ്ട്, അപ്പം ഈ കോന്നിയയിൽ പോകുന്നുണ്ട്, അപ്പോൾ അവിടെ വരണം, അപ്പം വന്നിട്ട് പറയണം സാക്ഷ്യം. അപ്പം മറ്റേ പുള്ളി ബ്രദറിനെ നമുക്ക് കേൾക്കാനുണ്ട്, പറയൂ ബ്രദർ, എന്താണ് സംഭവിച്ചത്? ഉടനെ മറ്റേ പുള്ളി പറയാം, അമ്മയുടെ വയറ്റിൽ മുതൽ ഞാൻ മുടന്തനായിരുന്നു. മുടന്തനായിരുന്നു പ്രിയപ്പെട്ടവരെ, കരങ്ങളടിച്ച്. ഇതൊന്നും നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഇതിലൊന്നും കാരണം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ദൈവമാക്കേണ്ട ഗതികേട് നമ്മുടെ ദൈവത്തിനില്ല. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും അവൻ ദൈവമാണ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞ് കർത്താവിന് ഭയങ്കര ഒരു സൂപ്പർ ഹീറോ ആക്കേണ്ട കാര്യമൊന്നും കർത്താവിനില്ലെന്ന്. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും കർത്താവ് ദൈവമാണ്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും അത്ഭുതം അടയാളം ചെയ്ത് ഗ്രാജുവലി ദൈവമായ ഒരാളല്ല. ലോകത്തിലെ ആൾ ദൈവങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു ചെയ്തു, അത്ഭുതം ചെയ്തു, പറഞ്ഞു കേട്ട ആളുകൾ പറഞ്ഞു കേട്ട് പിന്നെ അയാൾ ഒരു ദൈവിക പരിവേഷത്തിലേക്ക് വരും. അങ്ങനെ എന്തെങ്കിലും അത്ഭുതം അടയാളം ചെയ്ത് ദൈവമായതല്ല നമ്മുടെ കർത്താവ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവരൂപത്തിൽ എന്ന പദം ശ്രദ്ധിക്കണം. ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ രൂപം എടുക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിൻ്റെ രൂപം എടുക്കാൻ ആർക്ക് പറ്റും? ദൈവത്തിൻ്റെ രൂപം എടുക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കും പറ്റില്ല. അവൻ ദൈവരൂപത്തിലിരിക്കെ, അർത്ഥാൽ അവൻ ദൈവമായിരിക്കെ, അല്ലേ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മനുഷ്യനായി വിളങ്ങി, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് ദൈവമാണ്. നമ്മൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും പറഞ്ഞില്ലേലും കർത്താവ്. ഇപ്പം നമ്മുടെ മാനുഷിക ചിന്ത, നമ്മൾ ഇന്ന് സഭയിൽ കയറി എന്നിട്ട് ഇല്ലാത്ത രണ്ട് കാര്യം കൂടെ കയറ്റി പറഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനൊന്ന് രോമാഞ്ചം കൊണ്ട് പൊളിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ട് രോമാഞ്ചം കൊള്ളുമോ? ദൈവത്തിന് അങ്ങനൊന്നും ഇല്ലെന്ന് നമ്മുടെ മിഥ്യാധാരണകളാണിതൊക്കെ. സ്തോത്രം. അപ്പൊ അവിടെ അവർ ഉയർത്തിയത് കർത്താവായ യേശുക്രിസ്തുവിനെ, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പറഞ്ഞു. ആ പ്രസംഗത്തിന്റെ മുമ്പിൽ മഷികയെ അംഗീകരിക്കാതെ ക്രൂശിച്ചു കൊന്ന യഹൂദന്മാർ പലരും പ്രസംഗം കേൾക്കുന്നു, ജാതികൾ കേൾക്കുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ച സ്ഥാനത്ത് സൗഖ്യം വെളിപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധയോടെ ഞാൻ പറയുന്നത് കേൾക്കണം. അവിടെ സൗഖ്യം വെളിപ്പെട്ടു. പൗലോസിന്റെ ഉറുമാല് കൊണ്ടിട്ടപ്പോൾ ഭൂതങ്ങൾ പലരിൽ നിന്നും പുറപ്പെട്ടു പോയി. ഇത് നിമിത്തം അത് നിമിത്തം പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇതൊന്നും നടന്നത് ചർച്ചിൻ്റെ അകത്തല്ല. ഇതൊന്ന് മനസ്സിലാക്കൂ. ഇവിടെ പ്രസംഗിക്കുന്നവൻ മുഖം തുടച്ച കർച്ചീഫ് എടുത്ത് ഒരു തന്നെ മോന്ത കിട്ടും, അടിക്കാൻ വിയർപ്പിന്റെ നാറ്റം അടിച്ചിപ്പം മയങ്ങി വീഴും. അല്ലാതൊന്നുമില്ല. ആ പരിപാടിയല്ല അപ്പോസ്തലന്മാർ ചെയ്തെന്ന് പഠിക്കേ. സ്തോത്രം. സഭയ്ക്കകത്ത് കോട്ടൂരി വീശുകയും
അല്ലെങ്കിൽ തൂവാല കൊണ്ട് അത്തരം പരിപാടിയല്ലെന്ന്. ഈ കൃപാവരം വെളിപ്പെട്ടത് മശിഹയെ അംഗീകരിക്കാതെ കിടക്കുന്ന യഹൂദന്റെയും ജാതികളുടെയും നടുവിൽ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിയപ്പോൾ സാക്ഷാൽ ദൈവമാണ് എന്ന് അവർക്ക് വെളിപ്പെടേണ്ടതിന് ദൈവം അവിടെ പ്രവൃത്തി ചെയ്തു. സ്തോത്രം. ആ പ്രവൃത്തി ദൈവം ഇന്നും ചെയ്യട്ടെ. സന്തോഷമല്ലേ നമുക്ക്? നാളെയും ചെയ്യട്ടെ. ഇതിനെ നമുക്ക് എതിർപ്പില്ലെന്ന്. ചില ആളുകൾക്ക് ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഇയാൾ ഇതിനെല്ലാം അല്ല. ദൈവപ്രവർത്തിക്ക് നമ്മൾക്ക് ആർക്കും എതിര് നിൽക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ നടന്ന കാര്യങ്ങളോ നിമിത്തം ആളുകൾ കർത്താവിങ്കിലേക്ക് തിരിയുക ചെയ്യുന്നത്. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. നമ്മൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വർഷങ്ങളായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്ന് അന്യഭാഷയിൽ ആരാധിച്ച് കർത്തൃമേശ എടുക്കുന്ന ടീമാണ് നടുവും തല്ലി വീഴുന്നത്. അതെന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. അതെന്തിനാ? അതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ അങ്ങനെ തള്ളി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പിസിനാക്ക് കോൺഫറൻസിലൊക്കെ നിങ്ങൾ കേട്ടു. ഏത് വേദപുസ്തകത്തിൽ ഷാജി ദാനിയേൽ പാസ്റ്ററൊക്കെ പ്രസംഗിച്ച വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഒരാൾ പോലും നടുവും തല്ലി വീണതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോ ഈ ദുരാത്മാവ് പുറപ്പെട്ടു പോയി. ദുരാത്മാവ് ആരില്ല? രക്ഷിക്കപ്പെടാത്തവന്റെ ഉള്ളിൽ ആധിപത്യം ആർക്കാ? ദുരാത്മാവിന്. യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി ഹൃദയത്തിലോട്ട് സ്വീകരിക്കുമ്പോൾ വെളിച്ചം വരുന്നിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ കർത്താവ് അകത്തോട്ട് കയറുമ്പോൾ ഇരുട്ട് പുറത്തു പോകുന്നത് ആ നിമിഷമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അല്ലേ? അതുകൊണ്ടല്ലേ പറഞ്ഞത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, പിന്നെ നമ്മളിൽ കർത്താവ് നമ്മളിൽ ഇരിക്കുന്നു. നമ്മൾ സഭയ്ക്കകത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കുക. അപ്പൊ ഈ കർത്താവാകുന്ന ലോകത്തിന്റെ വെളിച്ചം അകത്തിരിക്കുമ്പോൾ ഈ വെളിച്ചം ഉള്ളിടത്ത് എങ്ങനെ ഇരുട്ട് വരുന്നു ഒന്ന് പറ. കർത്താവ് തന്നെ പറഞ്ഞു കയ്പും മധുരവും ഒരേ ഉറവെന്ന് വരത്തില്ല. വരുമോ? വരികയല്ല. അപ്പൊ ഇതെങ്ങനെ കയറി, എവിടെ കയറി ഇരിക്കും? ഇനിയിപ്പോൾ അങ്ങനെ സഭയ്ക്കകത്തുള്ള ഒരുത്തനിൽ അങ്ങനെ ഇരിക്കുന്നു, അത് ഉരുണ്ട് വീണു ഭൂതം പുറപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, സംഭവിച്ചോട്ടെ, തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ നിമിഷം വരെ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ നിമിഷം വരെ അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല. ഈ കൃപയിൽ നാം നിൽക്കുന്ന, ഈ കൃപയിൽ നമ്മൾ നിൽക്കുന്ന കാലത്തോളം ഇരുട്ടിന്റെ ആത്മാവിന് നമ്മിൽ അധികാരമില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ, വിശ്വാസിയായിരിക്കുന്ന ഒരുത്തരിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ നിൽക്കുന്ന കൃപയിൽ നിന്ന് അവൻ പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോയിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വന്നാൽ മതി. വേറെ പ്രശ്നം എന്താ? ഇതല്ലേ സിസ്റ്റം. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവ പ്രവൃത്തി അയച്ചു. ആ പ്രവൃത്തി ഇന്നും നടക്കട്ടെ. നമ്മൾക്ക് എതിർപ്പില്ലെന്ന് സത്യസന്ധമായി പറയുക. ദൈവസഭ എന്ന് പറയുന്നത് ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത സഭയായി തന്നെ ഇരിക്കണം. ഈ കൃപാവരങ്ങൾ എവിടുന്നാണ് പ്രാപിക്കേണ്ടത്? ദൈവസഭയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും സഭ സകല കൃപാവരങ്ങളാലും നിറയപ്പെട്ട സഭയായി മാറണം. എന്നിട്ട് ഈ സഭയ്ക്കകത്തു നിന്ന് കൃപാവരം പ്രാപിച്ചവർ ആത്മാക്കളെ നേടാൻ പുറത്തേക്ക് പോകണം. ഇതാണ് സിസ്റ്റം. ഇതാണ് ബൈബിളിന്റെ സിസ്റ്റം. സഭയ്ക്കകത്ത് നമ്മൾ സഭയ്ക്കകത്ത് രോഗശാന്തി പ്രാപിക്കണം, എതിർപ്പില്ല നമുക്ക്. പ്രവചനം പ്രാപിക്കണം, വേണ്ടേ? പ്രവചനത്തെക്കുറിച്ച് പുതിയ നിയമം പറയുന്നത് എന്താണ്? നമ്മൾ പഠിക്കണം. പ്രവചനത്തെക്കുറിച്ച് പുതിയ നിയമം പറയുന്നത് പ്രവചിക്കുന്നവനോ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. സഭയ്ക്ക് ആത്മീക വർധന വരുത്താൻ പ്രവാചക ശുശ്രൂഷ വേണം. എങ്ങനെയാ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നത്? അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ ആയ ഒരുത്തൻ അകത്തു വരുമ്പോൾ, പ്രവചിക്കുന്ന ആത്മാവുള്ളവനുണ്ടെങ്കിൽ അവൻ ഇവനെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ അവൻ്റെ അകത്തിരിക്കുന്ന രഹസ്യങ്ങൾ അവിടെ വെളിപ്പെട്ട് വരുമ്പോൾ അവൻ വാസ്തവമായി ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് സമ്മതിച്ച് അവന് പാപബോധം വന്ന് അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീഴാൻ ഇടവരുമ്പോൾ സഭയ്ക്കകത്ത് ആത്മാക്കളെ നേടാൻ കഴിയും, ആത്മീയ വർധന ഉണ്ടാകും. ഇത് നടക്കട്ടെ. എന്ത് അനുഗ്രഹമാ! പക്ഷേ ഇവിടെ ഇതാണോ നടക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷയിൽ ആരാധിച്ച് ആത്മാവിൽ കർത്തമേശ അടിച്ചിരിക്കുന്ന സഹോദരിമാരെ വിളിച്ച് സ്റ്റേജിലോട്ട് കയറ്റിച്ച് ഈ മുട്ടിൻ്റെ അവിടെ ഒരു വേദനയുള്ള പോലെ, ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. രക്ഷിക്കപ്പെട്ട ആത്മാവും രക്ഷിക്കപ്പെടാത്ത ശരീരവുമായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഈ ശരീരം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? പറ, ഉണ്ടോ? രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൽ രോഗം വരികയല്ലേ? അവിടെ കൊണ്ടുന്നില്ല.
ശരീരം രക്ഷിക്കപ്പെട്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടാത്ത ശരീരത്തിൽ പൗലോസ് പറഞ്ഞെന്താ? കൂടാരമാകുന്ന ഈ ഭൗമഭവനം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം ഒക്കത്തില്ല. എന്തായാലും ഇതോടെ അങ്ങോട്ട് പോകാൻ ഒക്കെയല്ല. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഇതൊന്ന് പൊളിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആരുടെ അടുക്കൽ എത്താൻ പറ്റൂ? കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ ഞാൻ അത്യന്തം കാക്ഷിക്കുന്നത്. ഉത്തമ നല്ല പരിപാടിയാണ് അത്. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ വല്ല വിധേനെ കൂടാരം എന്ത് ചെയ്യണം? ഒന്ന് പൊളിയണം, വേണ്ടേ? ഇത് പൊളിഞ്ഞെങ്കിലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ രോഗമോ ക്ഷീണമോ ദുരിതമോ ദുരന്തമോ എന്ത് കുന്തം വന്നിട്ടായാലും ഇതൊന്ന് പൊളിഞ്ഞെങ്കിലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കുക, ഇതിൻ്റെ മുഖം കാണാൻ. എൻ്റെ പ്രിയപ്പെട്ടവൾ ഇത്രയും നാളായി കാത്തിരിക്കും. ശരി, എന്നാൽ പിന്നെ അങ്ങ് പൊളിയട്ടെ. ഒരു ക്യാൻസർ അങ്ങോട്ട് കൊടുത്തു. ഉടനെ അവിടെ മുതൽ എന്താ? ഇത് പൊളിയാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നമ്മൾ പിന്നെ അങ്ങോട്ട് ഓടുക. വെപ്രാളവായി വിരൾ പിടിച്ച് ആദ്യ പിടിച്ച്. എന്തിനാ? യോഗം തീർന്നപ്പോഴും പറഞ്ഞത് ആമേൻ കർത്താവായ യേശുവേ. നമുക്ക് കാണാൻ വെമ്പി നിൽക്കുക. എന്നാൽ കർത്താവ് വിചാരിച്ചെന്നാൽ ഇതങ്ങ് പൊളിച്ചേക്കാം. എന്തായാലും രണ്ടിലൊന്നേ നടക്കുള്ളൂ. ഇത് പൊളിക്കാതെ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. കാണണേന്നും പറഞ്ഞ് ഇവിടെ കരച്ചിലും നടക്കുക. എന്നാൽ പിന്നെ ഇത് പൊളിച്ചേക്കാം. പൊളിയാനൊട്ട് നമ്മൾ ഉടനെ നമ്മൾ ലോകത്തുള്ള മുഴുവൻ സൗഖ്യദായകരും തിരക്കി പോകുന്നു. ടി വി കാണുന്ന നമ്പറിൽ വിളിക്കുന്നു, സ്ക്രീനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം നടക്കുന്നു. സ്തോത്രം. നമുക്ക് പലർക്കും ബോധം പോലും ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള. കാരണം ഒരാൾ ഇപ്പം ഞാൻ ഒരു വീഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വാക്ക് തെറ്റിപ്പോയാൽ പറയും, അത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ, അവിടെ കട്ട് ചെയ്തേക്കണം. ശരി. പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പം ശക്തിയോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വേദനയുള്ള സഹോദരിയെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ട് ബുധനാഴ്ച ചെയ്തു. ബുധനാഴ്ച ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി എഡിറ്റിങ്ങും വർക്കിങ്ങും ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് ഞായറാഴ്ചയാണ് ഇത് യൂട്യൂബിലോട്ട് ഇട്ടത്, അപ്ലോഡ് ചെയ്ത്. അന്നേരം ഞായറാഴ്ച ഇരുന്ന് കാണുന്ന ഒരു സഹോദരി കാണുവാണ്, ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ വേദനയുള്ള ഇതെന്നാ പറഞ്ഞേ? മിണ്ടുന്നില്ല. അപ്പോൾ ആത്മാവ് എന്നെ കാണിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. ആത്മാവ് എപ്പോഴാ കാണിച്ചേ? ഇത് ഞായറാഴ്ച കാണുന്ന സഹോദരി വിശ്വസിക്കുന്നത് ഇത് ഞായറാഴ്ച ആര് പറഞ്ഞെന്നാ? പരിശുദ്ധാത്മാവ് അല്ലേ? വല്ല ബോധവും നമുക്കുണ്ടോ? നമ്മളിതൊന്നും ചിന്തിക്കുകയല്ല ദൈവമക്കളെ, ഇതൊന്നും നമ്മൾ ചിന്തിക്കുകയല്ല. സ്തോത്രം. ശ്രദ്ധിക്കേ. അപ്പൊ കൃപാവര ശുശ്രൂഷകൾ നമുക്ക് ആവശ്യമാണ്. അത് സഭയ്ക്കകത്ത് വന്നവൻ കുത്തിയിരുന്ന് പ്രാപിക്ക്. നിങ്ങൾ പ്രാപിക്കുന്ന ഹല്ലേലൂയ. വാഞ്ചിക്ക്, ഉപവസിക്ക്, ദൈവസന്നിധിയിൽ ഇരിക്ക്. എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വീഴ്. ദൈവം കൃപകളാൽ നിറയ്ക്കട്ടെ. നിങ്ങൾക്ക് പറ്റില്ലേ? സ്തോത്രം. വേണ്ട, നിങ്ങൾ വലിയ ശാസ്ത്രജ്ഞന്മാരൊന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒരു സിമ്പിൾ കാര്യം പറയാം. നമ്മുടെ ഉദാഹരണത്തിന് കോശി വൈദ്യം പാസ്റ്റർക്ക് ഒരു മോൻ, ഉദാഹരണം പറയാം, ഒരു മോനുണ്ട്. ഈ മോന്, ഈ അപ്പൻ ഈ മോനോട് തല്ലിക്കൊന്നാ മിണ്ടൂല. അദ്ദേഹം പാസ്റ്ററായിട്ടല്ല ഞാൻ പറയുന്ന, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുക. ഈ അപ്പൻ ഈ മോനോട് എന്ത് ചെയ്യൂല? മിണ്ടുകയില്ല, മിണ്ടുകയില്ല. അപ്പം ഈ മോനൊരു ചിന്ത, എനിക്കൊരു കാറ് വേണം. അപ്പം ഈ കാറ് മേടിച്ചു തരാൻ പപ്പായ്ക്ക് വല്ല പദ്ധതി ഉണ്ടോ എന്ന് ഈ മോനൊന്ന് അറിയണം. പക്ഷേ ഈ പുള്ളി മോനോട് എന്ത് ചെയ്യൂല? മിണ്ടൂല. അപ്പം ഈ മോന് അപ്പുറത്തെ വീട്ടിലെ തോമാച്ചനോട് ചെന്നിട്ട് പറയാം, തോമാച്ചായോ, ഒരു കാറ് വേണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുക, വാങ്ങിത്തരാൻ അപ്പന് വല്ല പരിപാടി ഉണ്ടോയെന്നൊന്ന് ചോദിക്കണം. അപ്പോൾ തോമാച്ചൻ പറഞ്ഞു, ശരി ചോദിക്കാം. പിന്നെ തോമാച്ചൻ നേരെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നു. പിന്നെ കോശിച്ചായോ, മോന് ഒരു കാറ് വേണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, വാങ്ങിക്കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പം കോശിച്ചാൻ പറയാം, ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ട്. അപ്പോൾ തോമാച്ചൻ നേരെ കറങ്ങി ഇപ്പുറത്ത് വന്നിട്ട് ഇവനോട് പറയാണ്, മോനെ കാറിൻ്റെ വിഷയത്തിൽ ഒരു 3 മാസത്തിനകം ഒരു വിടുതൽ നടക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. കാരണം ഈ അപ്പൻ കാൺമീൻ നാം മനസ്സിലാക്കിക്കോണം. ഈ പറയുന്നത് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കോണം. തമാശയല്ല പറഞ്ഞത്, ചിരിക്കാനുള്ള വകയല്ല പറഞ്ഞത്. കാൺമീൻ നാം, രക്ഷിക്കപ്പെട്ട ഒരുത്തിന് ലഭിക്കുന്ന പ്രിവിലേജ് എന്താ?
പദവി എന്താ? കാൺമീൻ. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പദവി അങ്ങോട്ട് തന്നെ, കുഞ്ഞുകളിയല്ല. മനസ്സിലായോ? പഴയ നിയമത്തിൽ ആ പദവി ഒരുത്തൻ ഇല്ലാത്തതുകൊണ്ട് അവന് മറ്റൊരുത്തനെ ആശ്രയിക്കേണ്ടി വന്നു ആലോചന ചോദിക്കാൻ. കാരണം എന്താ? നിശ്ചയിക്കപ്പെട്ടവന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രമേ കൃപാസനത്തിങ്കൽ പോകാൻ അനുവാദമുണ്ടായിരുന്നു ആ കാലം. എന്നാൽ എനിക്കും നിങ്ങൾക്കും അങ്ങനല്ല. സമയഭേദമന്യേ ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ അടുത്തു വരുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ നമുക്ക് തന്നു. നാം അത് പ്രാപിച്ചു. ദൈവത്തെ പിതാവെന്ന് വിളിക്കുക. പക്ഷേ ഈ ദൈവം നിന്നോട് മിണ്ടൂല, നിന്നോടൊന്നും പറയൂല. അപ്പൊ നിനക്ക് ഒരു വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ അപ്പനോട് ആലോചന ചോദിക്കണമെങ്കിൽ നിനക്ക് കേരളത്തിൽ ഇരിക്കുന്നവനെ ടി വി കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കണം. കാരണം നിന്റെ പ്രാർത്ഥനാ മുറി നിന്റെ അപ്പം മിണ്ടൂല. ഈ അപ്പൻ ഈ മോനോട് മിണ്ടൂല. അവൻ മറ്റൊരാളോട് പോയി അപ്പന്റെ ഹിതം ചോദിക്കേണ്ടി വരുന്നെങ്കിൽ അതിനൊരു ഒറ്റ ചിത്രമേ ഉള്ളൂ. ഈ അപ്പൻ നിന്റെ അടുത്ത് മിണ്ടാതിരിക്കണമെങ്കിൽ അതിന് തക്കവണ്ണമുള്ള കുരുത്തക്കേട് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആമേൻ. അങ്ങനെയാണെങ്കിൽ നീ തോമാച്ചനെ ആശ്രയിച്ച് ജീവിക്കാതെ അപ്പാ പറ്റിപ്പോയെന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അപ്പന്റെ അടുക്കൽ നിരപ്പ് പ്രാപിച്ചാൽ ഇരു കൈയും നീട്ടി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന പിതാവായ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുകയും ആ ദൈവം നിന്നോട് സംസാരിക്കുകയും ചെയ്യും. നമുക്കതിന് മനസ്സില്ല, നമ്മളൊക്കെ അതിന് തയ്യാറല്ല. നമ്മള് അപ്പന്റെ അടുക്കൽ ഇരിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ തോമാച്ചന്റെ നമ്പർ തപ്പി നടക്കുക. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതാണ് സത്യം. എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും. കഴിഞ്ഞ 22 വർഷമായി എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ വിട്ട് യേശുവിൻ്റെ പുറകെ ഇറങ്ങിയത്. എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഇറങ്ങിയത്. ആമേൻ. മദ്രസയിൽ ഖുർആൻ മാത്രം പഠിച്ച് അറിവുള്ള ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വേദപുസ്തകം നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഒരു ബൈബിൾ കോളേജിന്റെ പടി 1 മാസം കാണാൻ കഴിയാത്ത ഞാൻ ഡിഗ്രിയുടെയും കഴിവിന്റെയും ബലത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അരുളി ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് പ്രാർത്ഥനാ മുറിയിൽ അനുഭവിച്ചും കേട്ടും അനുഭവിച്ചതുകൊണ്ടാണ് ഈ ദൈവത്തെ സേവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് ഇവിടെ നിൽക്കുന്നത്. ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിങ്ങളോട് ദൈവം സംസാരിക്കില്ലേ? സംസാരിക്കില്ലേ? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മക്കളാകുന്ന നിങ്ങളോട് ഇടപെടാത്ത ഒരു അപ്പനെയാണോ നിങ്ങൾ സേവിക്കുന്ന? പറ. അങ്ങനെങ്കിൽ കാര്യമായ എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ട്. ഉണ്ട്. സ്തോത്രം. അപ്പൻ്റെ അടുക്കലേക്കൊന്ന് വന്നാൽ മതി. അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തെന്ന് പറഞ്ഞൊന്ന് വിളിച്ചാൽ മതി. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ തപ്പി ആലോചന ചോദിക്കാൻ നടന്നത് ഈ പ്രിവിലേജ് അവർക്കില്ലായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവർക്കും മാത്രമേ പോയി ആലോചന ചോദിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നിങ്ങൾക്കും അതിനേക്കാൾ അധികം, ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചെന്ന് പാടുന്നത്. അതുകൊണ്ടാണ് ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത പദവി, സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പദവി, ഈ ലോകത്തിലെ സകലത്തെ ഉണ്ടാക്കിയവന്റെ മക്കളെന്ന് വിളിക്കാനുള്ള പദവി, അതിനേക്കാൾ വലുതായിട്ട് ഇനി എന്താ വേണ്ടത്? എന്താ വേണ്ടത്? പക്ഷെ നമുക്കിപ്പോഴും ആ പദവിയുടെ വലുപ്പം മനസ്സിലായിട്ടില്ലെന്ന് നമുക്ക്. സ്തോത്രം. നമ്മൾ അതുകൊണ്ടാണ് ഈ തോമാച്ചന്റെ തപ്പി നടക്കുന്നത്. മനസ്സിലായോ? നാട്ടിലെ പെട്രോൾ പമ്പിൽ ആളുകൾ കൂടി നിൽക്കുന്നു. പിന്നെ ടാങ്കിൽ പെട്രോൾ തീർന്നു പോയി പമ്പിൽ. ഇപ്പോൾ വരും, ടാങ്കർ ലോറി പുറപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും കാത്തു നിൽക്കുക. കുറേ കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പം പമ്പുകാരൻ വിളിച്ചു ലോറിക്കാരനെ, ഇവിടെ ആകെ ബഹളം ഉണ്ടാക്കുക, എന്താ വരാത്തതെന്ന് ചോദിച്ചു. ഉടനെ ലോറിക്കാരൻ പറയാ, ഒരു രക്ഷയില്ല സാറേ, 1 കിലോമീറ്റർ പോലും വരികയല്ല. എന്നാന്ന് ചോദിച്ചാൽ പറയാം, വണ്ടിക്ക് പെട്രോൾ ഇല്ലെന്ന്. മുതുകത്ത് ഒരു ടാങ്കർ നിറയെ എന്താ ഇരിക്കുന്നത്? പക്ഷേ പുള്ളി പറയുന്നത് എന്താ, ഇനി 1 കിലോമീറ്റർ പോലും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ സേവിക്കുന്ന ദൈവം ആരാണ്, പകർന്നിരിക്കുന്ന അഭിഷേകം എന്താണ് എന്ന് തിരിച്ചറിയാതിരുന്നിട്ട് പറയുകയാണ്, വയ്യ, ഇനി ഒരു സ്റ്റെപ്പ് പോലും വയ്യ വർഷം, മടുത്തു വർഷം, വയ്യ. നമ്മളങ്ങ് തളർന്നു, ക്ഷീണിച്ചു. കാര്യം എന്താ? നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന്, നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി എന്താണെന്ന്, സമയഭേദമന്യേ ഒന്ന് ഓടിച്ചെല്ലാൻ ഒരു ഇടം നമുക്കുണ്ടെന്ന്, അതൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ തോമാച്ചന്മാരെ തപ്പി നടക്കാനല്ല. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവുണ്ടാകട്ടെ. ജീവനുള്ളൊരു ദൈവം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടുന്ന ദൈവം, എൻ്റെ ബെഡ്റൂമിൽ ഇടപെടുന്ന ദൈവം, എൻ്റെ കട്ടിലിന്മേൽ ഇറങ്ങി വരുന്ന ദൈവം, എൻ്റെ അരികത്തിറങ്ങി വരുന്ന ദൈവം, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ദൈവം, ചേർത്ത് പിടിക്കുന്ന ദൈവം, കടലിന്മേൽ നടന്നു വരുന്ന ദൈവം, കാറ്റേ അടങ്ങാൻ പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പ്രിവിലേജ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ അപ്പനാണ് എൻ്റെ അപ്പൻ.
പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും ഗതികെട്ടവരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയെന്നറിയാമോ? പ്രസിഡന്റിന്റെ ഇപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ് പിന്നെ ബൈഡന്റെ മകൻ ഇവിടുത്തെ ഒരു പോലീസുകാരൻ്റെ അടുത്ത് ഒന്ന്, സാറേ പ്ലീസ് സാറേ എന്നെ ഒന്ന്, സാറേ പ്ലീസ് സാറേ ഒന്ന്, ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ. അതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ അപ്പൻ ആരാന്നറിയാവോ സാറേ എന്ന് ചോദിച്ചാൽ സകലത്തെ നിർമ്മിച്ച മഹാദൈവത്തിൻ്റെ മക്കൾ പലപ്പോഴും പലതിൻ്റെ മുമ്പിൽ പിതാവിൻ്റെ മഹത്വം എന്തെന്നറിയാതെ തലയും കൊമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ധൈര്യത്തോടെ നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിൻ്റെ പൈതലാ ഞാൻ. ആമേൻ. ഒരുത്തനും ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല എൻ്റെ ദൈവം അനുവദിക്കാതെ, എൻ്റെ ദൈവം അംഗീകരിക്കാതെ, എൻ്റെ ദൈവം അനുവദിച്ചു കൊടുക്കാതെ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിലെ മുടിനാരുടെ പോലും താഴെ വിടത്തില്ല. ഒരുത്തനും ഒരു ചുക്കും ചെയ്യുകയില്ല എന്ന് പറയാനുള്ള ധൈര്യത്തിൻ്റെ ആത്മാവ്, അതാണ് അപ്പോസ്തലന്മാർ പ്രാപിച്ച പരിശുദ്ധാത്മാവ്. അല്ലേ അച്ഛാ? ജംഗ്ഷനിൽ ഇനി ഈ നാമം കവലയിൽ മിണ്ടരുതെന്ന് പറഞ്ഞ് അവരെ അടുപ്പിച്ചു എന്നല്ലേ എഴുതിയേക്കുന്നത്. ഇനി ഈ നാമം ഇവിടെ മിണ്ടരുതെന്ന് പറഞ്ഞ് അവരെ അടുപ്പിച്ച് വിട്ടയച്ചു. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കിടക്കുന്നു. ജംഗ്ഷനിൽ മിണ്ടരുതെന്ന് പറഞ്ഞ് അടി കൊടുത്തപ്പോൾ പിന്നെ അവർ വീട് തോറും വിടാതെ യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിച്ചു കൊണ്ടിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. ജംഗ്ഷനിൽ മിണ്ടരുതെന്ന് പറഞ്ഞ് അടി കൊടുത്തപ്പോൾ വീട് തോറും കയറിയതാണ് പരിശുദ്ധാത്മാവ്, അവരുടെ മേലിരുന്ന ആത്മാവ്. അല്ലേ? ധൈര്യത്തിന്റെ ആത്മാവ്. ആമേൻ. ഇന്നെങ്ങാണോ ആയിരുന്നെങ്കിലോ? ആ അപ്പോസ്തലന്മാരിൽ ഇരുന്ന പരിശുദ്ധാത്മാവ്, അതേ ആത്മാവ് കോശിച്ചായൻ്റെ ഉള്ളിൽ വന്നു. ജംഗ്ഷനിൽ നിന്ന് ഇനി മേല മിണ്ടരുതെന്ന് പറഞ്ഞ് അടി കൊടുത്ത് വിട്ടു. എല്ലാവരും മെസ്സേജ് ഇട്ടു. കോശിച്ചായനെ ജംഗ്ഷനിൽ വെച്ച് അടി കൊണ്ടു. പ്രാർത്ഥിക്കണം. പരസ്യത്തിലായിരുന്നു, തല്ലുകൊണ്ടു. പിന്നെ അവർ വലിയ ദേഹോദരൊന്നും ഏൽപ്പിച്ചില്ല. ഇനി പറയരുതെന്നും പറഞ്ഞ് അവർ വിരട്ടി വിട്ടു. ചെറുതാട്ടൊക്കെ അടിച്ചു, എന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും മെസ്സേജ് കൈമാറി കോശിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി സകലമാന വീടുകളും കയറാൻ തുടങ്ങി. അവർ പിടിച്ചിട്ട് പൊതിരെ തല്ലി. ആ വാർത്തയും കൂടെ വന്നു. അന്നേരം ആദ്യത്തെ ഡയലോഗ് പെന്തക്കോസുകാരെന്ത് പറയുന്നു? സത്യസന്ധമായി നിങ്ങൾ പറ. ആ അവന്മാർ മാന്യന്മാരായതുകൊണ്ടാണ് ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞ് വിട്ടത്. പിന്നെ ഇതിൻ്റെ ഇടയിലോട്ട് ചെന്ന് കയറി തല്ലുകൊള്ളേണ്ട ആവശ്യം ഇങ്ങർക്കുണ്ടോ? പരിജ്ഞാനം. ഭാഗ്യമായി അപ്പോസ്തലന്മാരുടെ കാലത്ത് ഈ കുന്ത്രാണ്ടങ്ങളൊന്നും. ഇല്ലെങ്കിൽ ആദ്യത്തെ ഡയലോഗ് പെന്തക്കോസുകാരെന്ത് പറയുന്നു? സത്യസന്ധമായി നിങ്ങൾ. നമ്മൾ ഭയങ്കര പരിജ്ഞാനത്തിന്റെ ആൾക്കാരാണ്. പരിശുദ്ധാത്മാവ്, ബൈബിളിൽ പറയുന്ന പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാ. ദൈവം തന്ന ആലോചന പറയുന്നതിന് ഭൂമിയിൽ ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. ഓരണ്ണന്മാരെയും പേടിക്കേണ്ട കാര്യമില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാ. പിന്നെ അങ്ങേയറ്റം പോയാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇനി വേറെ ഇങ്ങനെ വിളിക്കരുതെന്ന് പറയാം. അത് ഈ പ്രസംഗം മുട്ടി നടക്കുന്നവർക്കല്ലേ അത് ബാധിക്കുള്ളൂ, അല്ലേ? പ്രസംഗിച്ച് ഊപ്പാട് വന്ന് കിടക്കുക കവലകൾ തോറും. പ്രസംഗിക്കാൻ മുട്ടി നടക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത വേദി ഒപ്പിക്കാൻ വേണ്ടി നൈസായിട്ട് 2 നമ്പറൊക്കെ ഇടാൻ നമുക്കറിയത്തില്ലയോ? ഒന്നും വേണ്ട. പിന്നെ രണ്ടാമത് എന്തായാലും വല്ലതും കൊടുക്കാനുള്ളത്, ഇവൻ ഇനി ഒന്നും കൊടുക്കുന്നില്ല എന്ന് വെക്ക്. ഇത് രണ്ടും അല്ലാണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ദൈവം തന്ന രക്ഷ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ദൈവം തന്ന നിത്യത എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു ചുക്കും ചെയ്യാനൊക്കെയല്ല. ജീവനോടെ നിർത്തുന്നത് ദൈവമാണ്. അതിനപ്പുറത്ത് ഇവിടെ ഇവിടം പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലോ വചനമകത്തുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കോണം. അപ്പൊ കൃപാവരം ദൈവസഭയ്ക്ക് അകത്തു നിന്ന് പ്രാപിക്കണം. പ്രാപിച്ച് സഭയ്ക്കകത്ത് ആത്മാവ് നേടാൻ വല്ലപ്പോഴും പ്രസവിച്ചൊരെണ്ണം കൂടിയാ പോരാ. മനസ്സിലായോ? പലപ്പോഴും പ്രസവിക്കുമ്പോൾ ഒരാത്മാവും കൂടെ അത് പോരാ. സഭയിൽ ആത്മീയ വർധനം ഉണ്ടാകണം. സഭയിൽ ആത്മാക്കൾ കടന്നു വരണം. അതിനുവേണ്ടി കൃപാവരം പ്രാപിച്ച് ജനം പുറത്തിറങ്ങണം, സുവിശേഷം അറിയിക്കണം, 1-ാം നൂറ്റാണ്ടിലെ പോലെ. അത് നടക്കട്ടെ. അല്ലാതെ കൃപാവരം ഉണ്ടെന്ന് പറയുന്നവനെല്ലാം ഈ ദൈവമക്കളുടെ ഇടയിൽ കിടന്ന് എന്തിനാ ഇങ്ങനെ ചിറകിട്ടടിക്കുന്നത്? പോ, ഇവിടെ തെരുവികൃതികളിൽ പോ, ക്യാൻസർ സെന്ററിൽ പോ. ഒരുത്തൻ സൗഖ്യമായാൽ മതി, പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടും. എന്തേ പോവാത്തെ? അവർക്ക് തന്നെ അറിയാം പോയാൽ പണി നടക്കത്തില്ലെന്ന്. കാര്യം ഈ സഹോദരിമാരാകുമ്പം വല്ല വിധേനയൊക്കെ സമ്മതിച്ച് അങ്ങ് പൊക്കോളും. ഞാനൊരിക്കൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു വലിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ ഒരാൾ വന്നു. ഞാൻ പുറകിൽ ഇതേപോലെ ഇരുന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഈ പുള്ളി നമ്മുടെ വേണ്ടപ്പെട്ട സഭ ആയതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്.
അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ഇന്ന് ഞാൻ ചിലരോട് ചില ദൂതുകൾ അടിച്ചേ പോകുന്നൊക്കെ പറഞ്ഞപ്പോഴേ നമുക്ക് കാര്യം ഏകദേശം പിടികിട്ടി, പോക്ക് എങ്ങോട്ടാണ്, പുസ്തകം അടയ്ക്കാനുള്ള പരിപാടിയാണ്, വചനമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അമ്മാമേ പലപ്പോഴും ഈ തലയ്ക്കകത്ത് സൂചി കൊണ്ട് കുത്തുന്ന പോലെ വേദന ഇട്ടുകൊണ്ട് ചില സമയത്ത് തല പൊട്ടിപ്പോകുന്ന പോലെ ചില മണ്ഡലങ്ങളിൽ നീ നിലവിളിക്കുന്ന ചില മേഖലകൾ കാണുന്നു, തലവേദന ഉണ്ടോ? ഉടനെ ആ സഹോദരി ഇങ്ങനെ ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ ആത്മാവ് പിന്നെ വെറുതെ പറയൂ ഗ്ലോറി എന്ന് പറഞ്ഞു ഇങ്ങനെ പുള്ളി. അപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞു. 1 മിനിറ്റ് എന്ന്. ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, സഹോദരി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നിങ്ങളിവിടെ ആരാധനയ്ക്ക് വന്നോ? വന്നു. സാക്ഷ്യം പറഞ്ഞോ? പറഞ്ഞു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വന്നോ? വന്നു. സാക്ഷ്യം പറഞ്ഞോ? പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ആരാധനയ്ക്ക് വന്നോ? വന്നു. സാക്ഷ്യം പറഞ്ഞോ? പറഞ്ഞു. അപ്പോഴൊന്നും സഹോദരന്മാരെ, ദൈവമക്കളെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരുന്നു. ചില സമയത്ത് തല പൊട്ടിപ്പോകുന്ന പോലെ എനിക്ക് സഹിക്കാൻ മേല, ദൈവസഭ എനിക്ക് വേണ്ടി എന്ന് സാക്ഷ്യം പറഞ്ഞോ? ഇല്ല. പിന്നെ ഇപ്പം പ്രവാചകം വന്നപ്പോൾ ഈ തലവേദന എവിടുന്ന് വന്നെന്ന് ചോദിച്ചു. സത്യസന്ധമായ ആ സൗകര്യം പറയാം, എൻ്റെ പൊന്നു പാസ്റ്ററെ, നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ച മനുഷ്യനല്ലേ, ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പം അദ്ദേഹത്തെ മാനം കെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പറഞ്ഞതാ. സത്യം സഹോദരിമാരങ്ങനെ മാനം കെടുത്തുകയല്ല, സത്യം അതാ സംഭവിക്കുന്നത്. നേരെ തിരിച്ചത് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിച്ചേ, അച്ഛാ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദനയുടെ മണ്ഡലം. ആണുങ്ങളാണെ പറയും കൃപയാൽ ഇതുവരെ ഇല്ല പാസ്റ്ററെ. അതോടെ കച്ചവടം പൂട്ടും. ഇവിടെ ആകുമ്പം നടക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം പ്രവാചകന്മാർ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് എല്ലാത്തിനും സൈഡ് വലിവ് ഇങ്ങോട്ടായിരിക്കും. നിങ്ങളാവുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നോടൊരു ദൂത് പറയും, പിന്നെ നടന്നു തന്നെ വരികയല്ല. നിങ്ങളടുത്ത് പറഞ്ഞാൽ അന്ന് പണി പൊളിയും. നിങ്ങൾ പറയും, സഹോദരന്മാർ പറയും, അവർ ഇതുപോലെ തട്ടിപ്പൊത്തി അംഗീകരിക്കത്തൊന്നുമില്ല. അവർ പറയും അങ്ങനൊന്നും കൃപയാലില്ല എന്ന് പറയും. അണ്ട ഡാളസിൽ ഞാനിപ്പോൾ 1 മാസം ഡാളസിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് പോകും. ഡാളസിൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു അച്ചായൻ വന്നിട്ട് പറഞ്ഞു, ഉള്ളതാ പറഞ്ഞെന്ന് പറഞ്ഞു. കാര്യം എന്താ, ഈ പുള്ളിയോട് പ്രവചിക്കാനായിട്ട് ഒരു കക്ഷി വന്നു, പേരൊന്നും പറയുന്നില്ല, പ്രവചിച്ചാട്ടെന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുത്തു. അപ്പോൾ ഇരുന്നപ്പം ഈ പുള്ളി പറഞ്ഞു, ദൈവകൃപയാൽ എനിക്ക് വീടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, മക്കളൊക്കെ ഒരു നിലയിലായി, വേറെ ഭൗതിക പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇല്ല. അതുകൊണ്ട് എന്നോട് ദൂത് പറയുന്നെങ്കിൽ എൻ്റെ ആത്മീയ മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ നിത്യതയ്ക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ ഇയാൾക്ക് വെച്ചിരുന്ന ദൂതെല്ലാം പോയി. അപ്പോൾ പിന്നെ ഉടനെ അങ്ങോട്ട് പറഞ്ഞു, ഭാര്യ അറിയാത്ത ഒരു ബന്ധം എന്ന് പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ചായൻ, ഞാൻ പേര് പറഞ്ഞു, നിങ്ങൾ അറിയുന്ന അച്ചായനുണ്ട്, പേര് പറയുന്നില്ല. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞു. പുള്ളി മൊബൈൽ എടുത്തു, എന്നിട്ട് നേരെ ഭാര്യയെ വിളിച്ചു, സ്പീക്കർ ഇട്ടിട്ട് പറഞ്ഞു, എടി ഞാൻ ദൂത് കേൾക്കാനിരുന്നപ്പോൾ നീ അറിയാത്തൊരു ബന്ധം എനിക്കുണ്ടെന്നാണ് ആത്മാവ്. അപ്പം അത് ആരാ എന്താണെന്ന് നീയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്പീക്കർ ഇടുവാണേ, ലൈനിലുണ്ടാവണമെന്ന് പറഞ്ഞു. വെച്ചു പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എവിടെ ദൂത് വരുമോ? പിന്നെ ദൂത് വരുമോ? അവിടെ വെച്ച് ദൂത്. അപ്പോൾ പുള്ളി പറഞ്ഞു, മേല ഇനി എൻ്റെ മുമ്പ് ഇമാതിരിയുമായിട്ട് ഇങ്ങനൊക്കെ പറയാൻ ഇവർക്ക് പറ്റും, ഇവിടെ ആകുമ്പോൾ അത് നടക്കുകയല്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ വന്നാൽ സൈഡ് വലിവ് മൊത്തം. പിന്നെ ചിലതാണെങ്കിൽ വീട്ടിൽ നിന്നേ വീഴാൻ വേണ്ടി സാരി മുറുക്കി കെട്ടി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അടുത്തോട്ട് ചെന്നാൽ മതി, ഇതേ കിടക്കണം പെട്ടോ എന്നും പറഞ്ഞ്. ഇതെല്ലാം ഇവിടെ നടക്കും. ഞാൻ പറയുന്നത് ഇല്ലാത്തയാണെങ്കിൽ യോഗം തീരുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഞാൻ വിശ്വാസത്തിൽ പയ്യനാ, 22 വയസ്സേ ഉള്ളൂ. വിശ്വാസത്തിൽ അനുഭവം കൊണ്ടും പ്രായം കൊണ്ടും പഠനം കൊണ്ടും സീനിയർ ആയിട്ടുള്ള അഭിഷിക്തന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ എനിക്ക് പുസ്തകത്തിൽ നിന്ന് തിരുത്തണം, അല്ലാണ്ട് എന്നോട് കഥ പറയാൻ വന്നാൽ നടക്കുകയില്ല. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. കൃപാവരങ്ങൾ പ്രാപിക്കണം, അത് ദൈവസഭയുടെ ആത്മീയ വർധനവിനായി. ഇനിയിപ്പോൾ ഈ പ്രവചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ ഉദ്ദേശം എന്താ? ദൈവം പ്രവാചകനായി. ശരി, നമുക്കൊരു വാക്യം പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവാചന പുസ്തകം 23:16 വേഗത്തിലൊന്ന് വായിച്ചേ, പെട്ടെന്നൊന്ന് വായിച്ചു. 23:16. ഇനിയിപ്പോൾ അത് വാക്യമില്ലാതെ പോകണ്ട. അപ്പൊ കേൾക്കരുതെന്നും പുസ്തകത്തിലുണ്ടോ? ഭാഷ ഉണ്ട്. എന്തുകൊണ്ട് കേൾക്കരുത്? അടുത്തത് അപ്പൊ പ്രശ്നം എന്താ? പലരും പറയുന്നത് യഹോവയുടെ വായെന്നുള്ളതല്ല, പിന്നെ സ്വന്തം ഹൃദയത്തിന്റെ അകത്ത് തോന്നുന്നതാണ് അവര് പ്രവചിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ പാസ്റ്റർ പ്രസംഗിക്കുന്ന പോലെ ബൈബിളും മനസ്സിലാക്കിയിരിക്കുന്നവരല്ല, ഞങ്ങൾ സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പൊ ഇയാൾ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണോ ഇയാൾ ആത്മാവിൽ നിന്നാണോ ഞങ്ങളിതെങ്ങനെ അറിയും? ഒരു ന്യായമായ ചോദ്യമാണ്.
അറിയാനുള്ള വഴി പുസ്തകത്തിലുണ്ട്. അടുത്ത വാക്യം. ആ ആ അറിയാനുള്ള ഒരു വഴി. ദൈവത്തെ നിരസിച്ച് നടക്കുന്നവരോട് ഇവർ അനുഗ്രഹത്തിൻ്റെ ദൂത് പറയും. അറിയാനുള്ള വഴി. സഭയ്ക്കകത്ത് ആടി ഉണ്ടാക്കി കമ്മിറ്റി കളിച്ച് നടക്കുന്നവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, അച്ഛാ ചില പുതിയ പ്രോജക്റ്റുകൾ ഒപ്പിടാൻ പോകുന്നു. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഇവൻ യഹോവയുടെ അരുളപ്പാടല്ല പറയുന്നത്. മനസ്സിലായോ? ഇനി പോട്ടെ, അടുത്ത വാക്ക്. സ്വന്തം ഹൃദയത്തിലെ, തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെ നിങ്ങൾക്ക് ഒരു ദോഷവും. കണ്ടോ? ഇവനാണെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുന്നവനാ സഭയ്ക്കകത്ത്. അവനോട് പറയാ ഒരു ദോഷവും. ഇനി പോട്ടെ, ഈ സഭയിലെ ഒരു അച്ചായനോട് പ്രവാചകൻ ഒരു ദോഷവും വരുത്തില്ല ദൂത് പറയുമ്പോൾ അയാൾ എന്താ ഏതാന്നൊന്നും ഇപ്പുറത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്നൊരു വാദം വരാം. ഇരിക്കട്ടെ, ശരി. നിങ്ങൾ ആരാന്ന് നിങ്ങൾക്കറിയാലോ, നമ്മൾ ആരാന്ന് നമുക്കറിയാലോ. തലേന്ന് രാത്രി ഭർത്താവുമായിട്ട് അടിയുണ്ടായി, ദേഷ്യപ്പെട്ട് കോലമാടോ നിന്റെ ഇടി വീഴുവാടാന്നൊക്കെ ഒരു ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയി എന്നിരിക്കട്ടെ, ഉദാഹരണം പറഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെട്ട് കാറിൻ്റെ അകത്ത് ആരാധനയ്ക്ക് വന്നപ്പോൾ ഭർത്താവ് തെക്കോട്ടും ഭാര്യ വടക്കോട്ടും നോക്കി വന്നിട്ട് ഇവിടെ ഇരുന്നു. പ്രവാചകൻ വന്ന് തലേ കൈ വെച്ചിട്ട് പറഞ്ഞു, സഹോദരി, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും എൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നു, നിന്നെ ഞാൻ മാനിക്കാൻ പോവാ. ഇത് പറയുമ്പോൾ ഈ സഭയിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സഹോദരി ഭക്തയായ ഒരു സ്ത്രീയാന്നിരിക്കട്ടെ. അപ്പൊ സഭ അവിടെ ഇരുന്ന് കൈ അടിച്ച് അല്ലേലുയാന്ന് പറയും. പക്ഷേ കേട്ട സഹോദരിക്ക് അറിയാമല്ലോ ഞാൻ എന്ത് സൂത്രം ഒപ്പിച്ചാ ഇവിടെ വന്നിരുന്നേന്ന്. അറിയത്തില്ലേ? ആ എൻ്റെ തലയെ കൈവച്ചിട്ട് ഇന്നലെ രാത്രി നിന്റെ നാവിൽ നിന്ന് വീണ വാക്ക് നീ മര്യാദയ്ക്ക് നാക്കിനെ അടക്കില്ലേ, ദൈവം നിന്നെ അടിക്കുമെന്ന് പറയേണ്ടതിന് പകരം നിന്നെ മാനിക്കുമെന്ന് പറയുന്നെങ്കിൽ ഇവൻ നമ്പർ 1 കള്ളനാണല്ലോ എന്ന് കേൾക്കുന്നവൻ അറിയത്തില്ലേ? പിടികിട്ടിയോ? എന്നിട്ടും കൈയടിച്ചു കൊടുക്കുക. ഇതാണ് മനസ്സിലാകാത്തത്. അപ്പോ നിങ്ങൾക്കൊരു ദോഷം വരില്ലെന്ന് പറയാം. അപ്പം ഇനി ദൈവം അയച്ചവനാണെങ്കിൽ അതെങ്ങനെ അറിയാൻ പറ്റും? ഭാഷ 22-ാം വാക്യം. ദൈവം അയക്കാത്തവൻ എന്തു പറയുമെന്ന് ഇപ്പൊ വായിച്ചു. ദൈവം അയച്ചവൻ എന്തു പറയും? അപ്പൊ ദൈവത്തിന് ആലോചനാ സഭയുണ്ട്, പ്രവചന സഭയുണ്ട്. ദൈവം പറ, ആ പ്രവാചകന്മാർ എൻ്റെ ആലോചന അറിയിക്കുന്ന സഭയിലുള്ളവരായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ അവൻ വചനം പ്രസംഗിക്കും. വചനത്തിന് 1-ാം സ്ഥാനം. എൻ്റെ വചനം എൻ്റെ ജനത്തെ കേൾപ്പിക്കും. അടുത്തത്, അവരെ അവരുടെ ആകാത്ത വഴികളിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും അവരെ ദൈവത്തിങ്കലേക്ക് തിരിപ്പിക്കും. പ്രവചനം. ഹല്ലേലൂയ. ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതല്ല, നിന്നെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുന്ന ദൂതാ പറയുന്നത്. നമുക്കതിന്ന് വേണ്ട. നമുക്ക് വീട് കിട്ടുന്നതും കാറ് കിട്ടുന്നതും ഈ വീടല്ല. എന്നെ കാണിച്ചത് വേറൊരു വീടാ. അപ്പം നമ്മൾ പിന്നെ വേറെ വീടിന് വേണ്ടി പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഇതെങ്ങനെയെങ്കിലും വിൽക്കണമെന്നായി. പിന്നെ ലോൺ എടുത്തിട്ടായാലും വലിയ തുറണം ദൂത് ഇവിടെ കിടക്കുക എന്നാണ് നമ്മുടെ ചിന്ത. പ്രിയപ്പെട്ടവരെ, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന അല്ല പ്രവചനം. ഇത് പഴയ നിയമമല്ലേ? എന്നാ പുതിയ നിയമം വായിച്ചോ. 1 യോഹന്നാൻ 4-ാം അധ്യായം വായിച്ചോ. 1 യോഹന്നാൻ 4-ന്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ച്. 4-ന്റെ 5-6. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ആരായി അവര്? 1-ാം വാക്യം. പ്രിയമുള്ളവരെ, അപ്പൊ ആരായി അവര്? കള്ളപ്രവാചകന്മാർ എന്ത് സംസാരിക്കുമെന്ന്? ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ഈ ലോകത്തിലുള്ള നന്മയെ കുറിച്ച് പ്രവചിക്കുന്നവരൊന്നും ദൈവത്തിന്റെ ആത്മാവുള്ളവരല്ല. മനസ്സിലായോ? ഈ ലോകത്തിലുള്ളത് ദൈവം നിനക്ക് തരാൻ പോകുന്നു. അപ്പൊ നിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ശങ്കരൻ ആരാ കൊടുത്തേ? അവന് നിന്നെക്കാൾ വലിയ സ്വത്തുണ്ടല്ലോ, ഇല്ലേ? പ്രത്യേകം ദൂത് പറഞ്ഞിട്ട് ദൈവം എന്നെ അമേരിക്ക കൊണ്ടുവന്നു. അപ്പൊ നിന്റെ അപ്പുറത്തിരുന്ന് ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന മുരുകനെ ആരാ ഇവിടെ കൊണ്ടുവന്നേ? ഉണ്ടെന്നില്ല. ചെന്നൈയിൽ നിന്ന് വന്നവരെ ആരാ ഇവിടെ കൊണ്ടുവന്നേ? തല കെട്ടിയിരിക്കുന്ന പഞ്ചാബികൾ നിന്റെ കൂടെ ജോലി ചെയ്യുന്നില്ലേ? അവരെ ആരാ കൊണ്ടുവന്നത്? നീ മാത്രം ദൂത് ഇല്ലെങ്കിൽ വരത്തില്ലായിരുന്നോ?
ഇങ്ങേര് ഇത് നിന്നോട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വരികയില്ലായിരുന്നു. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി ദൈവം ചെയ്യാൻ ഭൂമിയിൽ ഒരുത്തൻ്റെ റെക്കമെൻഡേഷൻ ദൈവത്തിന് ആവശ്യമില്ല. മനസ്സിലായോ? അടുത്ത മാസം 15-ാം തീയതി ഇവിടെ ഇരിക്കുന്ന ജോസച്ചായനെ ദൈവത്തിന് അനുഗ്രഹിക്കണമെന്നൊരു താല്പര്യം. സ്വർഗീയ സഭ കൂടി പിതാപുത്ര പരിശുദ്ധാത്മ ആലോചിച്ച് അടുത്ത മാസം 15-ാം തീയതി ഒരു നന്മ അല്ലെങ്കിൽ ഒരു ഭൗതികം ഒന്ന് അങ്ങ് വെച്ചോ, അത് ജോസിന് കൊടുക്കണമെന്ന് ദൈവം അങ്ങ് തീരുമാനിച്ചെന്ന് വെച്ചോ. അങ്ങനാണെങ്കിൽ അത് ജോസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഭൂമിയിൽ ഏതെങ്കിലും പ്രവാചകന്റെ റെക്കമെൻഡേഷൻ ദൈവത്തിന് വേണോ? പറ. പിന്നെന്നാ ദൈവം ചെയ്യും? നേരോടെ നടക്കുന്നവർക്ക് അവൻ വല്ലതും മുടങ്ങുന്നെങ്കിലോ സൂത്രം അങ്ങ് വിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്ര സിമ്പിളല്ലേ? ഹല്ലേലൂയ. കർത്താവ് അയച്ചത് സകല സൃഷ്ടിയോടും രക്ഷയുടെ ദൂത് അറിയിക്കാനാണ്. ഇത് അറിയിക്കുന്നില്ലെന്നേ, ഇത് പറയുന്നില്ലെന്നേ. എന്തൊരു സങ്കടമാണ് ഒന്ന് ചിന്തിച്ചു നോക്കെ. കടഭാരം മൂത്ത് ഒരുത്തൻ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചു. ജപ്തി നോട്ടീസ് വന്ന് അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് വീട് ജപ്തി ചെയ്യും. ഇത് കേട്ട ഗൃഹനാഥൻ, ഇത് ഈ ജനത്തിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല, ഞാൻ മരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അടുത്ത ശനിയാഴ്ച 10 മണിക്ക് രാവിലെ ആ ശുഭമുഹൂർത്തത്തിൽ ഞാനും ആത്മഹത്യ ചെയ്യും എന്ന് തീരുമാനിച്ചു ഗൃഹനാഥൻ. ഇയാൾ പോയി പട്ടണത്തിൽ പോയി ഒരു ലോഡ്ജിൽ റൂം എടുത്ത് ഒളിച്ച് താമസിക്കാൻ തുടങ്ങി. എന്തിനാ? അടുത്ത ആഴ്ച 10 മണിക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ പിന്നെ ഏതെങ്കിലും ഒരു പേരെടുത്തു, സണ്ണിക്കുട്ടി. ഈ സണ്ണിക്കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയിരിക്കുന്ന കാര്യം വേറൊരാൾ അറിഞ്ഞു. നമ്മുടെ ജേക്കബ് പാസ് അറിഞ്ഞു എന്നിരിക്കട്ടെ. ഉദാഹരണം, ജേക്കബ് പോയി സണ്ണിയുടെ പേരൊരു ബാങ്കിലുണ്ടായിരുന്ന മുഴുവൻ കടവും ആരടച്ചു തീർത്തു? ജേക്കബ് അടച്ചു തീർത്തു. ഇപ്പോൾ സണ്ണി ഫ്രീ ആയി അല്ലേ? തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാം, മുഴുവൻ കടവും തീർത്തു. പക്ഷേ ഈ ജേക്കബ് കടം തീർത്ത കാര്യം ആരറിയുന്നില്ല? സണ്ണിക്കുട്ടി അറിയുന്നില്ല. പുള്ളി ചാകാൻ മെനക്കെട്ട് അവിടെ മരണം കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ കടം തീർത്തവൻ എന്ത് ചെയ്തു? ഒരാളെ അടുത്ത് വിളിച്ചു, തോമസ് ഇങ്ങുപാടാന്ന് പറഞ്ഞു, നീ ആ സണ്ണിക്കുട്ടിയോട് പോയി പറയണം അവൻ്റെ പേരിലെ മുഴുവൻ കടവും ഞാൻ തീർത്തു. കടം തീർത്തവൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിടുക. പോയി പറയണം അവനോട്, ഇനി നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം, ആരും തന്നെ ഉപദ്രവിക്കത്തില്ല, ആ കടമെല്ലാം ഞാൻ തീർത്തു എന്ന് അവനോട് ഈ നല്ല വാർത്ത, ഈ ഗുഡ് ന്യൂസ്, ഈ വിശേഷം അവനോട് പോയി ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ് തോമസിനെ വിട്ടു. പിന്നെ വിടുമ്പോൾ ഒരു കാര്യം കൂടെ, ഉപദേശം കൂടെ കൊടുത്തു. പിന്നെ മേലെ ആലോചിക്കാതെ ചിന്തിക്കാതെ ഇത്തരം പരിപാടിയിൽ പോയി ചാടരുന്ന് അവനോട് ഞാൻ പറഞ്ഞെന്ന് കടം തന്നവനൊരു ഉപദേശം കൂടെ കടം തീർത്തവൻ കൊടുത്തു വിട്ടു. അപ്പം ഇത് പറയാൻ ആര് പോന്നു? തോമസ് പോന്നു. തോമസ് അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സണ്ണിക്കുട്ടി ഇങ്ങനെ കട തുറന്ന ഉടനെ തോമസ്, സണ്ണിക്കുട്ടിയല്ലേ? അതെ. ചില കടഭാരത്തിൻ്റെ മണ്ഡലങ്ങൾ എന്നെ കാണിക്കുന്നു. ഇവനെ എന്തിനാ അയച്ചേ? എടാ, ഒരുത്തൻ ഇത് തീർത്തു, എന്നാ ഈ നടക്കുന്നത്? ഞാൻ പറഞ്ഞു, കടഭാരം ഉണ്ടോ? നീ മരിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില മേഖലകൾ ഭാരപ്പെടണ്ട. ഒരു 3 ദിവസം വിഷയത്തിന്റെ പുറത്ത് കയറിയിരിക്കണം. ആ ബന്ധനം നമുക്ക് കഴിക്കാം. ഇതിനാണോ പാസ്റ്റർ ഇവനെ അയച്ച്? പറ പാസ്റ്റർ, ആണോ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇതെല്ലാം കേട്ട് നിങ്ങൾ ചിരിക്കും, ആമേൻ പറയും. പക്ഷേ അടുത്ത ആഴ്ച ഇവൻ വന്നാൽ നിങ്ങളെല്ലാം വരിവരിയായി വന്ന് നിൽക്കും. ഇതൊന്നും കൊണപ്പെടുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. സ്തോത്രം. ഒന്ന് തിരുത്തപ്പെടട്ടെ ദൈവമക്കളെ. എന്തിനാണ് നിങ്ങൾ ഈ പറ്റിക്കപ്പെടാൻ? എനിക്ക് സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ. എന്തിനാ ഈ പറ്റിക്കപ്പെടാൻ പോയി നിന്ന് കൊടുക്കണേ? പറ്റിച്ച് ഇവന്മാർ നശിപ്പിച്ചില്ലേ? സ്തോത്രം. നമ്മൾ രക്ഷ അറിഞ്ഞവരാ, നിത്യത അറിഞ്ഞവരാ. നമുക്കിത് വിട്ടേച്ചു പോകാനൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടായിരുന്നെ ആദ്യം ഞാൻ പോയാനെ. പോകാൻ വേറൊരു ദൈവം ഉണ്ടോ? പോകാൻ വേറൊരു വഴിയുണ്ടോ? പെന്തക്കോസുകാർ ഇവന്മാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞ് പോയാൽ പെന്തക്കോസുകാർക്കാണോ നഷ്ടം? എനിക്കാണോ? പറ. നാളെ ഞാൻ പറയാം, ഓ ഇവന്മാരുടെ കൂട്ടത്തിൽ വന്ന് അനുഭവിച്ചു മടുത്തു, കളഞ്ഞിട്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞ് ഞാൻ പോയാൽ 10 ദിവസത്തെ ചർച്ച, ഷമീർ കൊല്ലം പിന്മാറി അറിഞ്ഞോ, പിന്നെ നമുക്കത് പണ്ടേ അറിയാം. ആർക്കാ നഷ്ടം? എൻ്റെ നിത്യത പോയി. ഷമീർ കൊല്ലം പോയതുകൊണ്ട് പെന്തക്കോസിനൊരു ചുക്കും ദൈവം അടുത്തവനെ എഴുന്നേൽപ്പിക്കും. നഷ്ടം എനിക്കേ ഉള്ളൂ. ഇതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമുക്ക് ഇട്ടേച്ചു പോകാനൊരു വകുപ്പില്ല. നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കണമെങ്കിൽ, വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ പഥ്യോപദേശ പ്രമാണത്തിൽ നിൽക്കണം.
അല്ലാതെ നമുക്ക് ഊരൊക്കെ കള്ളം വരാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കള്ളത്തരത്തിൽ വീഴാതിരിക്കാനുള്ള ഉപദേശങ്ങളല്ലേ ഈ പറഞ്ഞു തരുന്നേ. അത് കേട്ടനുസരിച്ച് പോയാൽ എന്നാ പ്രശ്നം? പ്രീസല്ലോ. അല്ലാതെ ഒരാൾ പിന്മാറി ഷമീർ കൊല്ലം ഇവിടെ ഒന്നും ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും അങ്ങനെയൊക്കെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പം. നമ്മളിവിടെ അതൊന്നും അല്ല. പിന്നെ ഇവരെല്ലാം നല്ലത് പറയുന്നൊരു ദിവസം ഉണ്ട്. എന്നാ ഞാൻ പെട്ടിക്കകത്ത് കിടക്കുമ്പോൾ ഈ എന്തെല്ലാം പറയുമെന്നറിയാവോ? നിങ്ങൾ കേട്ടോണം, കാഹളം ധരിക്കാൻ താമസമെങ്കിൽ എന്തെല്ലാം പറയുമെന്നറിയോ? ഇതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കേൾക്കുകയല്ലോ, ചത്തട്ടെ പറയത്തുള്ളൂ. ആമേൻ. എന്ന് അധികം പറയും. ഇന്ന് തെരുവിൽ കർത്താവിനെ പ്രസംഗിച്ച് നടന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. വേദനയോടെ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി ഒരു അനുഭവമായിപ്പോയി. പക്ഷെ ഇന്നും ഒരു ദൈവദാസൻ എന്നോട് ഇന്നും ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ഭാഷ ഇങ്ങനൊരു മനുഷ്യൻ അറിയപ്പെടാതെ പോയത്? മരിച്ചപ്പോഴാണല്ലോ പലരും ഇങ്ങനൊരാളുണ്ടെന്ന് കേൾക്കുന്നതെന്ന്. അതാ നമ്മുടെ ഒരു ഗുണം. അതാ ചത്ത് കഴിഞ്ഞിട്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരൊക്കെ അങ്ങനെയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. പോട്ടെ, അദ്ദേഹം ഇവിടെ അറിയപ്പെട്ടില്ലെങ്കിലും നിത്യതയിൽ ആവുന്ന പ്രതിഫലം സമ്പാദിച്ചേച്ചാ പോയേക്കുന്നത്. അത് ഉറപ്പാ. സ്തോത്രം. അവിടെ കാണാം. പോട്ടെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതോ ഭൗതിക നന്മ പ്രവചിക്കുന്നതോ അല്ല. നമ്മളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതായിരിക്കണം പ്രവചനം. അങ്ങനെയുള്ള പ്രവാചകന്മാർ എഴുന്നേക്കട്ടെന്ന് നമ്മൾ എതിർപ്പില്ല. സ്തോത്രം. പുതിയ നിയമത്തിൽ പ്രവചനമില്ലേ? ഉണ്ട്. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പുതിയ നിയമത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ദേശത്തെങ്ങും ഒരു മഹാക്ഷാമം സംഭവിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവാണ് ഇന്നത്തെ പ്രവാചകന്മാരിൽ ഉള്ളതെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഒരു ദുരന്തം വരാൻ പോകുന്നു ഒരുത്തനെങ്കിലും പറഞ്ഞോ? പറ. വന്നപ്പോൾ മക്കൾക്ക് വരാതിരിക്കാൻ മാളത്തിൽ കയറി കഥ കടച്ചു. മനസ്സിലായോ? രാജ്യത്തൊരു ദോഷം വരാൻ ഇടയാകുമ്പോൾ ദൈവത്തിൻ്റെ നാവുള്ളവൻ എഴുന്നേറ്റ് നിന്ന് ദൂത് വിളിച്ചു പറയും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ പ്രവചന ശുശ്രൂഷ, കൃപാവര ശുശ്രൂഷ, ഇതെല്ലാം സഭയ്ക്കകത്ത് വേണം. വേണ്ട എന്നല്ല പറഞ്ഞത്. ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്ത ചിന്തയിലോട്ട് വരാം. അപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം അപ്പോസ്തലന്മാരുടെ പ്രവർത്തിച്ചപ്പോൾ അത് കണ്ടും കേട്ടും നിന്ന യഹൂദന്മാരും ജാതികളിൽ പലരും ആരിൽ വിശ്വസിച്ചു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചിടത്തെല്ലാം എന്തുണ്ടായി? സഭയുണ്ടായി. അപ്പൊ സഭയെന്ന് പറഞ്ഞാൽ യഹൂദം മാത്രമല്ല, യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവിനെ സ്വീകരിച്ച് അകത്തു വന്നവരാണ് സഭയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യഹൂദന് മേൽ മാത്രമായി കൊടുത്ത കൽപ്പന പലതും ജാതികളിൽ നിന്ന് വന്നവർക്ക് ഭാരമാകാതിരിക്കാൻ അവരുടെ തോളിൽ വെക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഉദാഹരണം, പരിച്ഛേദന. യഹൂദൻ 8-ാം നാളിൽ എന്ത് ചെയ്തിരിക്കണം? ഏറ്റിരിക്കണം. പക്ഷേ സഭ എന്ന് പറഞ്ഞാൽ യഹൂദൻ മാത്രമാണോ? അല്ല, ജാതി എന്ന് വന്നവൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവൻ ഇത് ഭാരമാകാതിരിക്കാൻ വേണ്ടി പരിച്ഛേദന വേണ്ട, ഹൃദയ പരിച്ഛേദന മതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ സഭയെന്ന് പറഞ്ഞാൽ യഹൂദൻ മാത്രമല്ല. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് യഹൂദനോട് മാത്രമായി പഴയ നിയമത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ദൈവസഭയുടെ ഉപദേശമല്ല. യേശുക്രിസ്തു ഉൾപ്പെടെ ശബ്ബത്ത് ആചരിച്ചവനല്ലേ? അല്ലേ? 7-ാം ദിവസം ശബ്ബത്ത് കർത്താവ് വരെ ആചരിച്ചല്ലേ? ആണ്. എന്നാ പിന്നെ നിങ്ങളെന്താ ശബ്ബത്ത് ആചരിക്കാത്തെന്ന് ചോദിച്ചാൽ യഹൂദനോടുള്ള ബന്ധത്തിൽ മാത്രം നൽകപ്പെട്ട കൽപ്പനയാ. പുതിയ നിയമസഭയിൽ യഹൂദൻ മാത്രമല്ല, ജാതികളിൽ നിന്ന് വന്നവരും ഉള്ളത് കൊണ്ട് കൊലോസ്യ ലേഖനം 2:16 പറഞ്ഞു, പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നീ കാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കേണ്ട, അത് വരുവാനിരുന്ന ഇവിടെ നിഴലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഈ പഴയ നിയമത്തിൽ യഹൂദനോട് പറഞ്ഞ പലതും എടുത്താണ് പുതിയ നിയമസഭയിട്ട് കൈയടിപ്പിക്കുന്നത്. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കും. ഇന്നാളെ ഒരുത്തൻ നഴ്സറി പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്നവരെ പഠിപ്പിക്കുക, പറഞ്ഞാട്ടെ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. അപ്പം എല്ലാവരും കൂടെ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, മാവ് തൊട്ടി അനുഗ്രഹിക്കപ്പെടും, അഴിങ്ങനെ വീട് അനുവിടും, വായ്പ വാങ്ങാനിട വരത്തില്ല, അപ്പം മറ്റവർ വായ്പ വാങ്ങാനിട വരത്തില്ല, അനേകർക്ക് കൊടുക്കാൻ കൃപ തരും, അനേകർക്ക് കൊടുക്കുക. ഈ പിള്ളേരെ ഇങ്ങനെ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരുത്തൻ കീബോർഡ് വായ്പ വാങ്ങാനിട വരികയില്ല, ഗ്ലോറി കൊടുക്കുവാനോ ദൈവം. വർഷിപ്പ് ലീഡർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് യോഗം തീരുമ്പോൾ പാസ്വേഡ് വന്നിട്ട് പറയും, പക്ഷേ എന്നെ ഒന്ന് വിട്ടാട്ടെ വേഗം, നിൽക്ക് സഹോദര നിൽക്ക്, നമുക്ക് ഇവരെല്ലാം വിട്ടിട്ട്. അല്ല പക്ഷേ കീബോർഡ് വായ്പ മേടിച്ചത്, അത് വായ്പ മേടിച്ച കീബോർഡ് 10 മണിക്ക് കൊണ്ട് കൊടുക്കണമെന്ന്.
വായ്പ മേടിച്ച കീബോർഡിൽ കുത്തിവെച്ചവൻ എന്തോ പറഞ്ഞേ? ആവേശം. അത് ഒരു കാര്യം മനസ്സിലാക്കേ, ഈ പഴയ നിയമത്തിലെ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ആ അനുഗ്രഹം ദൈവസഭയുടെ വാഗ്ദത്തമാണെങ്കിൽ അതിന്റെ താഴോട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്ത് പറ? എന്റെ ദൈവമായ യഹോവയുടെ വാക്കും കൽപ്പനകളും കേട്ട് പ്രമാണിച്ചത് അനുസരിച്ച് നടന്നില്ലെങ്കിൽ നീ അകത്ത് വരുമ്പോ ശപിക്കപ്പെടും, പുറത്തു പോകുമ്പോ ശപിക്കപ്പെടും. നിന്റെ അടുക്കള ഇത് പറയുവോ? ഇവൻ ഇത് പറയുവോ? പറയത്തില്ല. അപ്പൊ മേളിലത്തെ മാത്രമേ ഉള്ളൂ, നമുക്ക് താഴത്തെ ഇല്ല. മനസ്സിലായോ? നമ്മൾ താഴത്തെ പറഞ്ഞാൽ നമ്മൾ ആത്മാവിലും ആകത്തില്ല, കയ്യും അടിക്കത്തില്ല. മേളിലത്തെ പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും ദൈവസഭയോടുള്ള ബന്ധത്തിലല്ല. ദൈവസഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് സ്തോത്രം. ആ ആത്മീക അനുഗ്രഹം നിന്റെ ഇപ്പുറത്ത് സ്വർഗത്തിലെ സകല ആത്മീക ഭൗതിക നന്മകളാലും ഒന്നും എഴുത്തില്ല. പുതിയ നിയമസഭയ്ക്ക് അതെല്ലാം സെക്കൻഡറിയാ. ഭൗതിക നന്മ വേണ്ടെന്ന് ജീവിക്കണ്ടേ, വേണ്ടെന്നാരും, അതെല്ലാം സെക്കൻഡറിയാ പുതിയ നിയമസഭയ്ക്ക്. ദൈവസഭയ്ക്ക് അതെല്ലാം സെക്കൻഡറിയാ. നാട്ടുഭാഷ പറഞ്ഞ വാഴ വെക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താ പറ? കൊല വെട്ടുക, അതാണ് ലക്ഷ്യം. അപ്പൊ തന്നെ ഇല വെട്ടുന്നില്ലേ? ഇല്ലേ? ചോറ് കൊണ്ടുപോവാ, ഇല വെട്ടുന്നില്ലേ? ഉണ്ട്. വാഴ കൂമ്പ് തോരൻ വെക്കുകയല്ലേ? ഉണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന ട്യൂബ്ലൈറ്റ് വാഴപ്പിണ്ടി തോരൻ വെക്കാൻ എടുക്കുകയല്ലേ? ഇല്ലേ? ഉണ്ട്. പക്ഷേ കൊലയാകുന്നതിന് മുമ്പേ വാഴ വെട്ടിപ്പിണ്ടി എടുക്കരുത്. അപ്പൊ കൊല എന്ത് ചെയ്യും? ലക്ഷ്യം പോവും. നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. ഭൗതികമല്ല, സെക്കൻഡറി ആയിരിക്കട്ടെ. ഈ സെക്കൻഡറിയിൽ ആശ്രയം വെക്കുമ്പോൾ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. ബാക്കിയെല്ലാം സെക്കൻഡറി. ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നാളെ മറ്റൊരുത്തൻ്റെ കയ്യിൽ പോകാം. പറ ദൈവമക്കളെ, പോവുകയല്ലേ? പോകാം. ഒരൊറ്റ രോഗം വന്നാൽ മതി. ഇല്ലേ? പക്ഷെ ഒരുത്തനും തുരന്നെടുക്കാൻ പറ്റാത്ത ഒന്ന് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യതയാണ്. ഒരുത്തനും തട്ടിപ്പറിക്കാൻ കഴിയാത്ത, ഒരുത്തനും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത, ഒരുത്തനും എടുത്തോണ്ട് പോകാൻ കഴിയാത്ത ഒരു വലിയ സമ്പത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം മാറരുത്. ഓക്കെ, വേഗത്തിൽ കടന്നു വരാം. അപ്പൊ അകത്തു വന്ന സഭയ്ക്ക് എഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ലേഖനങ്ങളുടെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിച്ചു തീർത്തു. അകത്തു വന്നവനോടാണ് ലേഖനങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ലേഖനങ്ങൾ അതിന്റെ അഡ്രസ് ചെയ്യുന്ന എന്താണ്? ഗലാത്യ സഭയിലെ വിശ്വാസികൾക്ക്, എഫേസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊലോസ്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാർക്ക്. അപ്പൊ ലേഖനങ്ങൾ അഡ്രസ് ചെയ്യുന്നത് അകത്തു വന്ന ദൈവമക്കളോടാണ് ലേഖനങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ലേഖനങ്ങളിൽ സിംഹഭാഗവും എഴുതിയിരിക്കുന്ന ആരാ? അപ്പോസ്തലനായ പൗലോസ്. ആരാ പൗലോസ്? വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ, നിഴല് തട്ടിയ രോഗി, സൗഖ്യമാകുന്ന കൃപാവരമുള്ള ആള്, പിന്നെ കഴുത്തൊടിഞ്ഞു പോയി താഴെ വീണ യൂത്തിക്കോസിന് ജീവൻ കൊടുത്ത കൃപാവര ശ്രേഷ്ഠനായ പൗലോസ്. ഈ പൗലോസ് ലീഗ ലേഖനങ്ങൾ എഴുതി. ചോദ്യം നിങ്ങളോട്, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് എഴുതിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇതുവരെ വായിച്ച അറിവേ പറവുണ്ടോ? ഇല്ല. പകരം ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി: എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ഞാൻ ആരാമോൻ മരിച്ച ഉയർപ്പിച്ച എൻ്റെ അടുത്താ കളി. ഞാൻ അങ്ങോട്ട് ചെന്ന് തലേ കൈവച്ചതേ ഉള്ളൂ, അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. കരങ്ങൾ അടിച്ച് വല്ലതും പറഞ്ഞോ? എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നാൽ എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചെന്ന് പറഞ്ഞു വിഷയം വിട്ടു. ഒരു സൗഖ്യവും ഒരു വിടുതലും സഭയ്ക്കകത്ത് പ്രൊജക്റ്റ് ചെയ്തില്ല. പകരം അകത്തു വന്നവന്റെ മുമ്പിൽ പ്രൊജക്റ്റ് ചെയ്തത് ഒന്നേ ഉള്ളൂ: കാഹളനാദത്തിങ്കൽ നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിപ്പനിടയാകണം. നിങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ഇതാ ലേഖനങ്ങളിൽ പ്രൊജക്റ്റ് ചെയ്തേക്കുന്ന ഒന്നേ ഉള്ളൂ: നിത്യതയാണ്. ഹല്ലേലൂയ. അയ്യോ പാസ്റ്ററേ, ഞങ്ങള് പിന്നെ നിത്യത നഷ്ടപ്പെടുന്നാലും ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നില്ല. പിന്നെ ഇനിയിപ്പോ എന്താ? വാട്ട് ഈസ് നെക്സ്റ്റ് എന്താ? ഇനി കാഹളനാദം മുഴങ്ങുമ്പോൾ ഞങ്ങൾ ചുമ്മാതാ. ഹല്ലേലൂയ.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് 2 തമ്പേർ അടിച്ചു പൊട്ടിച്ചു, 3-ാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചു. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് പോകാൻ യേശു വരുന്നു. പ്രൈസലോ. അമേരിക്ക വരാൻ ഒരു പാസ്റ്റർ വിസയ്ക്ക് ചെന്നൈയിൽ പോയി. വിസ കൊടുത്തത് ഏത് ഗവൺമെൻറ്റാ? അമേരിക്കൻ ഗവൺമെൻറ് അല്ലേ? ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്തു, എല്ലാം റെഡിയായി, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറി നേരെ ഡാളസ് എയർപോർട്ടിൽ വന്നു. വിസ എല്ലാം കൊടുത്ത് ഇവർ ടിക്കറ്റ് എല്ലാം ഓക്കെ, പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു, എമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തു, സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം നടത്തി. ഡാളസിൽ വന്നിറങ്ങി എമിഗ്രേഷൻ കൗണ്ടറോട്ട് ചെന്നപ്പോൾ അവിടെ ഇരുന്നവൻ്റെ മൂഡ് അനുസരിച്ച് അവൻ പറഞ്ഞു, ഇന്നിറങ്ങണ്ട, പൊക്കോളാൻ പറഞ്ഞു. തിരിച്ചങ്ങ് വിട്ടു. വിട്ടിട്ടുള്ളവരെ ചരിത്രം നിങ്ങൾക്ക് അറിയത്തില്ല. വിട്ടു. ഭാര്യയും ഭർത്താവും കൂടെ വന്ന, ഭാര്യ എൻട്രി ചെയ്യിച്ചിട്ട് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു വിട്ടു. പാസ്റ്റർ കാര്യം പറഞ്ഞു, 2019 ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടതാ. തിരിച്ചു വിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ വിസ കൊടുത്ത ആരാ? അല്ലേ? ഇവർ കൊടുത്ത് കാശും ചിലവാക്കി എല്ലാം ചിലവാക്കി ഇവിടെ വന്ന് പറ ഇങ്ങോട്ട് വരണ്ട, പൊക്കോളാൻ പറഞ്ഞാൽ ആ അനുഭവം എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മിനിമം ഈ അമേരിക്ക വരെങ്കിലും വരുന്ന ഒരുത്തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ വാതിൽ വരെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ അവൻ്റെ ഹൃദയത്തിലെ വേദന എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. മാനുഷികമായി വേദന ഉണ്ടാവില്ലേ? ഉണ്ടാകും. അമേരിക്ക അല്ലല്ലോ സ്വർഗം. ഈ പറഞ്ഞതെല്ലാം ചെയ്തു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, സഭയ്ക്ക് വേണ്ടി കൊടുത്തു, എല്ലാം ചെയ്തിട്ടും കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാലോ? ഹല്ലേലൂയ. ചില ആളുകൾ അന്നേരം പറയും, ഈ പുള്ളി രക്ഷ നഷ്ടപ്പെടുമെന്നായിരിക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്. രക്ഷ നഷ്ടപ്പെടുമെന്ന് പെന്തക്കോസുകാർ പറയുന്നു, രക്ഷ നഷ്ടപ്പെടത്തില്ലെന്ന് ബ്രദറുകാർ പറയുന്നു. രണ്ടുമല്ല ഷമീർ കൊല്ലം പറയുന്നത്. അതിന് ഞാൻ പറയുന്നത് രണ്ടുമല്ല. ക്രൂശിലൂടെ യേശു സ്ഥാപിച്ച രക്ഷ നിത്യമാണ്, അതിന് കുലുക്കമൊന്നുമില്ല. ആര് വിചാരിച്ചാലും കുലുക്കാനും പറ്റുകയില്ല, പൊളിക്കാനും പറ്റുകയില്ല. രക്ഷ നിത്യമാണ്. ആമേൻ. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ ആമേൻ ഈ കൃപയ്ക്കകത്ത് നിന്നില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് രക്ഷയല്ല, നീ നഷ്ടപ്പെട്ടു പോകും. അതാ വചനം പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവൻ ഈ ദൈവകൃപയിൽ നിലനിൽക്കണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, പിന്നെ തമ്പേറടിച്ചു, ഇനിയിപ്പോൾ കർത്താവ് വരുന്നു പോകുന്നു എന്നായിരുന്നെങ്കിൽ കോശി പാസ്റ്ററെ ബൈബിളിൻ്റെ പുസ്തകക്രമം എങ്ങനെ വരണമായിരുന്നു? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, സുവിശേഷം. ഒരുത്തൻ രക്ഷിക്കപ്പെടാൻ ആവശ്യം എന്താ? സുവിശേഷം. പിന്നെ അടുത്തത് അത്ഭുത അടയാളം കൂടെ ഒക്കെ ഇച്ചിരി ഇല്ലെങ്കിൽ ഒരു രസമില്ല, അവരിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ അകത്തുണ്ടല്ലോ. പിന്നെ നേരെ എന്ത് മതി? വെളിപ്പാട് മതി. കാരണം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അത്ഭുതം കണ്ട്, അടയാളം കണ്ടു, കാഹളം വരുന്നു, പോന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ലേഖനങ്ങളുടെ ആവശ്യമുണ്ടോ? അപ്പൊ ലേഖനങ്ങൾ അകത്ത് വന്നവനോട് സംസാരിക്കുക. എന്താ ലേഖനങ്ങൾ സംസാരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറയുന്ന ഗലാത്യ സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരോട് എഴുതുക. ആകയാൽ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. ഇല്ല, ചാച്ചാൻ മിണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളോട് പിന്നെയും പറയുന്നു. ആരോട്? നിങ്ങൾ. ആരായി നിങ്ങൾ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയോട് പറയുകയാണ്. കാര്യം അകത്ത് വന്നു കൊട്ടി പാടി അന്യഭാഷയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ അകത്തുണ്ടെങ്കിൽ കുഞ്ഞേ ദൈവരാജ്യത്തിലോട്ട് നീ കയറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദുർനടപ്പൊന്നും നമുക്കില്ലല്ലോ പാസ്റ്റർ. ഇല്ല. അശുദ്ധി ഇല്ല. ദുഷ്കാമം, വിഗ്രഹാരാധന ഉണ്ടോ? അയ്യോ നമുക്കില്ല. വിഗ്രഹാരാധന ഇല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിഗ്രഹം ഇരിപ്പില്ല, ശരി. പക്ഷെ വിഗ്രഹാരാധനയെക്കുറിച്ച് 2 പ്രയോഗം ബൈബിളിലുണ്ട്. ഒന്ന്, മത്സരം ആഭിചാരം പോലെയും ശാഠ്യം ദ്വന്ദ്വപക്ഷവും, ശാഠ്യം മിഥ്യാപൂർത്തിയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. മത്സരം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചേ. അതേ ഉള്ളൂ. അപ്പം ഒന്ന്. പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മറ്റൊരു പദമാണ് വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. ഇങ്ങനെ ഭൂമിയിലെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. എത്ര കിട്ടിയാലും മുഴുക്കുകയില്ല എന്ന് പറയുന്നത് മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ എന്തുണ്ട്? വിഗ്രഹാരാധന ഉണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കഷ്ണം കല്ലെടുത്ത് വെച്ചാണോ വിഗ്രഹാരാധന? അല്ല. അപ്പോ വിഗ്രഹാരാധന, ആഭിചാരം ഇല്ല. പക, പിന്നെ അതും പോട്ടെ. പക, ആരോടും പകയൊന്നുമില്ല. പിന്നെ അടുത്തത് പിണക്കം. ആമേൻ. തൊട്ടടുത്തിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന കൂട്ടു സഹോദരന് ഒരു കൈ കൊടുക്കാൻ പറ്റാതെ, ഒന്ന് ചിരിക്കാൻ പറ്റാതെ,
ഒരു സ്വോത്രം പറയാൻ പറ്റാതെ ആരാധന കഴിഞ്ഞ് വീർപ്പിച്ച് കെട്ടിയ മോന്തായി പറഞ്ഞിറങ്ങി പോവുക. എവിടെ പോകാനിരിക്കുക? മേപ്പോട്ട് പോകാനിരിക്കുകയാണോ? പ്രൈസല്ല. പറഞ്ഞ സമയത്ത് നിർത്താം, 10 മിനിറ്റ് കൂടെ ഉണ്ട്. ബാക്കി നാളെ തീരത്തില്ല, ഇന്ന് നാളത്തേക്ക് തീർക്കാം. അപ്പൊ ശ്രദ്ധിച്ചോ? അപ്പൊ അകത്തു വന്നവൻ ക്രമീകരിക്കപ്പെട്ട് ജീവിക്കണം. കാരണം അകത്തു വന്നവന്റെ മുമ്പിൽ ഒരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ. ബസ്സിന്റെ അകത്ത് കയറുന്നു, 2 പേര് കയറാൻ വന്നു. ഒരുത്തൻ ചാടി ബസ്സിലോട്ട് കയറി, ഒരുത്തൻ വെളിയിൽ നിന്നു. കയറിയവൻ അകത്തോട്ട് കയറിയപ്പോൾ അവന്റെ മുമ്പിൽ കുറച്ച് നിയമങ്ങൾ. കയ്യും തലയും പുറത്തിടരുത്, പുകവലി പാടില്ല, സ്ത്രീകളുടെ സീറ്റ്. അകത്ത് കയറിയവൻ ഇത് അനുസരിക്കണ്ടേ? വേണോ? വേണം. പുറത്ത് നിൽക്കുന്നവൻ പറ, ഓ ഞാൻ വലിക്കും. നീ വലിച്ചോ, നീ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ലല്ലോ, നീ ഇതിൻ്റെ അകത്ത് കയറിയില്ലല്ലോ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം പ്രവേശനം ലഭിച്ചവരല്ലേ, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയവരല്ലേ. ഇതിൻ്റെ അകത്ത് കയറിയവരുടെ മുമ്പിൽ ഒരു പ്രമാണമുണ്ട്. തെളിവ് 2 തെസ്സലോനിക്ക ലേഖനം 2:14-15. വേഗം വായിച്ചാട്ടെ. 2 തെസ്സലോനിക്ക 2:14-15 വായിച്ചാട്ടെ. 1-2 ഭാഗം കൂടെ വായിച്ചു നിർത്താം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ കൂടെ പറയുന്നൊരു വാദ, കർത്താവേ ഈ കൃപയുടെ അനുഭവത്തിലേക്ക് നീ എന്നെ വിളിച്ചില്ലായിരുന്നു. സ്തോത്രം. വിളിച്ചു ശരിയാ, വിളിച്ചു. എന്തിനാ വിളിച്ചത്? ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് സുവിശേഷ നിമിത്തം നിന്നെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് 9 ഉദ്ദേശമില്ല, 8 ഇല്ല, 7 ഇല്ല, 6 ഇല്ല, 5 ഇല്ല, 4 ഇല്ല, 3 ഇല്ല, 2 ഇല്ല. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്നെയും നിന്നെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിപ്പാൻ. അതിനാ വിളിച്ചത്. ഫിലദൽഫിയ പട്ടണത്തിൽ നിന്നെ ഒരു കൊച്ചു അംബാനിയാക്കി തീർക്കാൻ അല്ല വിളിച്ചത്. കാഹളനാദത്തിങ്കൽ കൈവിടപ്പെടാതിരിക്കാനാ വിളിച്ചത്. അതിന് നീ എന്ത് ചെയ്യണം? അടുത്ത വാക്ക് ആകയാൽ, അതുകൊണ്ട് എന്ന പ്രയോഗമാണ്. ആകയാൽ സഹോദരന്മാരെ, ഒന്ന് മഹത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സഭയെ അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. ഞാൻ എന്നോ സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞ് പകുതി വഴിക്ക് ഇട്ടേച്ചു പോകുന്ന ഒരുത്തനും മേപ്പോട്ട് പോകത്തില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം. പിന്നെ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്നോ ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. പറ, ഉണ്ട്. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. വാക്കിനാൽ ആമേൻ, അപ്പോസ്തല പ്രവൃത്തി, എഴുത്തിനാൽ ലേഖനങ്ങൾ, അത് സഭയുടെ പ്രമാണമാണ്. സ്തോത്രം. അതാണ് ദൈവസഭയുടെ പ്രമാണം. എന്തുകൊണ്ട് ലേഖനങ്ങൾ പ്രസംഗിക്കപ്പെടുന്നില്ല? വർഷങ്ങളായി ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഏത് സഭയിൽ ചെന്നാലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇത് വിട്ട് ഇപ്പുറത്തോട്ടൊരു ചാട്ടം പാസ്റ്റർമാർക്കില്ല. ഇനി ചാടിയാൽ എവിടെ വരെ വരും? അപ്പോസ്തല പ്രവൃത്തി. ഇപ്പുറത്തോട്ട് ചാടുകയില്ല. എല്ലാ രക്തസ്രാവക്കാരിയെ തൊട്ട ദൈവം, ഓ നയീൻ എന്ന പട്ടണത്തിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ച ദൈവം, കാണാതെ പോയ 10 ദ്രഹ്മയിൽ 1 തിരിച്ചു കൊടുത്തതുപോലെ ചില നന്മകൾ തിരിച്ചു തരികയോ. ഇപ്പുറത്തോട്ട് എന്താ വരാത്തെ? ലേഖനത്തിലോട്ട് വന്നാൽ പിടിവിടും. കുഞ്ഞു കളിച്ച് നടന്നാലൊന്നും അങ്ങോട്ട് പോവുകയല്ല. വിശ്വാസ ജീവിതം കുഞ്ഞുകളിയല്ല. ആമേൻ. ഈ കൃപയിൽ നിലനിൽക്കണം. ഷമീർ പാസ്റ്റർ പറഞ്ഞു ഈ കൃപയിൽ നിലനിൽക്കണമെന്ന്. അതെ, നിലനിൽക്കണമെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളുണ്ടോ? അത് മാത്രം ഒരു പോയിന്റ്, അത് മാത്രം വായിച്ച് ഇന്നത്തെ നിർത്തി നാളത്തേക്ക് വെക്കും. വായിക്കാം. പ്രവൃത്തി 13:43. നാം ദൈവകൃപയിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഉത്തരം ബൈബിൾ പറയുന്നു. 13:43. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പറ, വേണോ വേണ്ടയോ? നാം അറിഞ്ഞിറങ്ങി തിരിച്ച ഈ കൃപയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഒരു നിഴല് ഞാൻ പറയാം. ഒരു നിഴല് പഴയ നിയമത്തിൽ സങ്കേത നഗരം എന്ന് പറഞ്ഞൊന്നുണ്ട്. പ്രാണം പോകാതിരിക്കാൻ ഒരുത്തൻ ഏത് സമയത്ത് ഓടി വന്ന് കയറാൻ പറ്റുന്ന ഒരിടമാണ് സങ്കേത നഗരം. സങ്കേത നഗരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവൻ സേഫാ. അതിൻ്റെ അകത്ത് കയറി നിൽക്കുന്ന കാലത്തോളം അവൻ സേഫാ.
ഒരു നിയോഗിക്കപ്പെട്ട സമയമുണ്ട്, ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡ് വരെ അതിൻ്റെ അകത്തവൻ നിന്നാൽ സേഫാ. എന്നാൽ ആ കാലയളവ് കഴിയുന്നതിന് മുമ്പ് ഇവൻ പുറത്തിറങ്ങിയിട്ട് ഇവൻ ആക്രമിക്കപ്പെട്ട് മരിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം സങ്കേത നഗരത്തിന് ശക്തി പോരെന്നാണോ? ആണോ? കയറിയവൻ അവിടെ നിന്നില്ല. രക്ഷ പൊളിയാണെന്നല്ല, രക്ഷ സ്ട്രോങ് അല്ലെന്നല്ല, രക്ഷിക്കപ്പെട്ടവൻ ഈ ദൈവകൃപയ്ക്കകത്ത് നിൽക്കണം. കൃപ വിട്ടു പോയാൽ അതിൻ്റെ അർത്ഥം രക്ഷ കുഴപ്പമാണെന്നല്ല. നീ ഈ കൃപയ്ക്കകത്തുനിന്ന് പോയി നീ കൃപയിലേക്ക് മടങ്ങി വരണം. അപ്പൊ നിലനിൽക്കണം. ഒരു വാക്യം കൊണ്ടാണോ ഭാഷ അത് തെളിയിക്കുന്നത്? അല്ല. 14:22 പ്രവൃത്തി 14:22 പ്രബോധിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഒന്ന്, നാം വിശ്വാസത്തിൽ, വീണ്ടും പറയാ, ദൈവകൃപയിൽ നിലനിൽക്കണം. പിന്നെന്ത് വേണം? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. അടുത്തത്, നാം അനേക ദൈവമക്കളെ കഷ്ടങ്ങളിൽ കൂടി ആ ദൈവരാജ്യത്തെ കയറുന്നതെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ദൈവമക്കൾക്ക് കഷ്ടമില്ലെന്ന് പഠിപ്പിക്കുന്നത് ഇത് എഴുതിയ പരിശുദ്ധാത്മാവിന് വിരോധമല്ലേ? പറ. ഇനിയും എഴുതി ദൈവാത്മാവ്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചാൽ അത്രേ. അതില്ലെന്ന് പറയുന്നവൻ വേദപുസ്തകത്തിന് എതിരാളിയല്ലേ? പറ. ഒരു വാക്ക് നിങ്ങളോട് ചോദിക്കാം. 4 മിനിറ്റ് ഉണ്ട്. ഒരു വാക്ക് നിങ്ങളോട് ചോദിക്കാം. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എൻ്റെ ചോദ്യം, നിങ്ങൾ ഉത്തരം പറയണം. ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇന്ന് മുതൽ അങ്ങോട്ട് ആയുസ് ദൈവം നീട്ടിത്തന്നാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായി ജീവിക്കണം എന്ന് തീരുമാനമുള്ളവരെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ തീരുമാനം പലപ്പോഴും തെറ്റാം. മനുഷ്യരല്ലേ? നമ്മൾ എന്തെല്ലാം തീരുമാനം ആണ്ടർതി യോഗത്തിനെടുത്തവരാ? ഇപ്പോൾ ഓർമ്മ വല്ലതും ഉണ്ടോ? അപ്പൊ നമ്മൾ എന്തെല്ലാം തീരുമാനം എടുക്കുന്നു, ചിലപ്പോൾ തെറ്റാം. അതുകൊണ്ട് തീരുമാനമുള്ളവരെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ചോദിക്കുക, ഇനി ഒരായുസ് ദൈവം എനിക്ക് നീട്ടിത്തന്നാൽ, കൂട്ടിത്തന്നാൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഭക്തയായിട്ട് ജീവിക്കണമെന്ന് ഒരാഗ്രഹം, തെറ്റില്ലല്ലോ? അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ കാണാനാ. ഒരു വാക്യം വായിച്ചേ. 2 തിമോത്തിയോസ് 3:12 വായിക്കട്ടെ. 3:12 2 തിമോത്തിയോസ് 3. ഇവിടെ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഉണ്ട്. എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം, ആ മനസ്സുണ്ടെന്ന് പറഞ്ഞവരെല്ലാം ഒന്ന് കൈവക്കി. നിങ്ങൾക്കെല്ലാം എന്തുണ്ട്? ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും എഴുതപ്പെട്ടത് മാറുകയില്ല. നിങ്ങൾക്കെല്ലാം എന്തുണ്ട്? ഉപദ്രവമുണ്ട്. ഈ ഉപദ്രവം മാറാനാണ് 3 ദിവസം ഉപവാസ പ്രാർത്ഥന. സഹിക്കാൻ മേല പാസ്റ്ററെ, ഈ പ്രാർത്ഥന കൊണ്ട് ഈ ബന്ധനം അഴിയണം. 3 ദിവസം. അപ്പൊ ഈ 3 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ നമ്മൾ നേരിടുന്ന ഈ ഉപദ്രവം എല്ലാം എന്ത് ചെയ്യണം? മാറണം. എന്തായാലും ഇത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് മാറണം? ഉപവാസം കഴിയുമ്പം ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് ഉപവാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? മാറണം. അന്നേരം ഉപദ്രവം എന്ത് ചെയ്യും? ഇതിനല്ലേ? ഇതൊക്കെ പറയുമ്പോഴാണ് ശരിയല്ലേ പറഞ്ഞത്? തെറ്റ് പറയുന്നില്ലല്ലോ. 2 മിനിറ്റ് ശ്രദ്ധിച്ചോ. അപ്പൊ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ള നമുക്ക് ദൈവം വെച്ചിട്ടുള്ള കഷ്ടങ്ങളുണ്ട്, ദൈവം അനുവദിച്ചിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഈ ഉപദ്രവം എന്ന് പറഞ്ഞാൽ വഴിയിൽ ഒരുത്തം പിടിച്ചു നിർത്തി 2 അടി തരുന്ന മാത്രമല്ല, മലയാള ട്രാൻസ്ലേഷനാ. അതിന്റെ മൂലഭാഷ പഠിക്കുമ്പോൾ സമ്മർദ്ദങ്ങൾ. ജോലി സ്ഥലത്തില്ലേ? കുടുംബജീവിതത്തിലില്ലേ? മക്കളെ ഓർത്തില്ലേ? ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ സമ്മർദ്ദത്തിലൂടെ ദൈവസഭ നമ്മൾ കടന്നു പോകുന്നത്, അത് നമുക്കുണ്ടെന്ന്. സ്തോത്രം. അപ്പൊ നാം ദൈവകൃപയിൽ നിലനിൽക്കണമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ അടയ്ക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യർ 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ 1 ഇളകാതെ, 2 അടിസ്ഥാനപ്പെട്ടവര്, 3 സ്ഥിരതയുള്ളവരുമായി, 4 വിശ്വാസത്തിൽ നിന്ന് കൊണ്ടാൽ ആരുടെ മുമ്പിൽ നിൽക്കും? കർത്താവിന്റെ മുമ്പിൽ നിൽക്കും. നിലനിന്നില്ലെങ്കിലോ? അത്രേ ഉള്ളൂ. ഇതിനാ വ്യാഖ്യാനം. ഇളകാതെ, വീഴാതെ, സ്ഥിരതയുള്ളവരായി, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി നിലനിന്നാൽ കുഞ്ഞാടിന്റെ മുമ്പിൽ പോയി നിൽക്കാം. ഹല്ലേലൂയ. അപ്പോൾ 1 വിശ്വാസത്തിൽ
നിലനിൽക്കണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറഞ്ഞു, തമ്പേറടിച്ചു, ഇനി കാഹളം വരുന്നു, പോന്നു എന്നല്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി അന്ത്യത്തോളം നിലനിൽക്കണം.